എന്ന ആപ്തവാക്യവുമായി മോക്ഷ 2024 ഭാഗമായി ഒട്ടനവധി വേദികളിൽ ലഹരിക്കെതിരെ ചരിത്ര വിപ്ലവം സൃഷ്ടിക്കാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിനിധി ജനസമൂഹത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ജയരാജൻ സാറിനെ ദാറുസ്സലാം പബ്ലിക് സ്കൂളിന്റെ അങ്കണത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിന്റെ സുവർണ നാളുകൾ മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും ദുഷ്ടലഹരികൾക്ക് വേണ്ടി ഹോമിക്കുന്ന പുതുതലമുറയ്ക്ക് മുന്നിൽ ജീവിതമാണ് ശരിയായ ലഹരി എന്ന മഹാസന്ദേശത്തിന്റെ ഒരു അണുവെങ്കിലും പകർന്നു നൽകുവാൻ ഈ കലാപരിപാടിക്കായെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം ജില്ലാ വിമുക്തി മിഷന് വേണ്ടി ഈ ഓട്ടംതുള്ളൽ എഴുതി തയ്യാറാക്കി രംഗാവിഷ്കാരം നടത്തുന്നത് എറണാകുളം ജില്ലയിലെ എക്സൈസ് പ്രിവന്റീവ് ഓഫീസറായ ശ്രീ വി ജയരാജാണ്. പിന്നണിയിൽ പാട്ട് ശ്രീ വയലാർ മധു, മൃദംഗം ശ്രീ വയലാർ സന്തോഷ്. ജീവിതമാണ് ലഹരി, ജീവിതമാവട്ടെ ലഹരി. കുംഭീന്ദ്രൻ പോലവക്ത്രം കുടവയറുമിയെന്നോരു ചാരുസ്വരൂപം മുൻപിൽ ശ്രീ പാർവതിക്കും ശിവനുമിക പിറന്നോരു ഓമരുണ്യ ഗണേശ വൻപിച്ചുള്ളോരു വിഘ്നം വിരവിനോടകിലം തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ ഒൻവേറും തമ്പുരാനെ തവ പദകമലം സന്തതം കൈതൊഴുന്നേ. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം. എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ നന്നായി വരുവതിൻ എല്ലാ ജനവും, നന്നായി വരുവതിൻ എല്ലാ ജനവും നമ്മയനുഗ്രഹം ഏകീടേണം, നമ്മയനുഗ്രഹം ഏകീടേണം. ഭാർഗവമാമുനി പണ്ടു പരശുവാൻ പാരിതിൽ തീർത്തൊരു സുന്ദര കേരളം. ഭാർഗവമാമുനി പണ്ടു പരശുവാൻ പാരിതിൽ തീർത്തൊരു സുന്ദര കേരളം, പാരിതിൽ തീർത്തൊരു സുന്ദര കേരളം, പാരിതിൽ തീർത്തൊരു സുന്ദര കേരളം. ഭാരതഭൂവിന്റെ ദക്ഷിണ സ്ഥാനത്ത്, ഭാരതഭൂവിന്റെ ദക്ഷിണ സ്ഥാനത്ത് പാവയ്ക്ക പോലൊരു കോമള രൂപത്തിൽ, ഭാരതഭൂവിന്റെ ദക്ഷിണ സ്ഥാനത്ത് പാവയ്ക്ക പോലൊരു കോമള രൂപത്തിൽ കടലും പുഴകളും മാമലയും ചേർന്ന്, കടലും പുഴകളും മാമലയും ചേർന്ന് ഹരിതാഭമാക്കുന്ന സുന്ദര നാടിത്. കടലും പുഴകളും മാമലയും ചേർന്ന് ഹരിതാപമാക്കുന്ന സുന്ദര നാടിത്. കള്ളവുമില്ല ചതിവുമില്ലാത്തൊരു, കള്ളവുമില്ല ചതിവുമില്ലാത്തൊരു, മന്നവൻ നന്നായി ഭരിച്ചൊരു നാടിത്. കള്ളവുമില്ല ചതിവുമില്ലാത്തൊരു, മന്നവൻ നന്നായി ഭരിച്ചൊരു നാടിത്. മദ്യം വിഷമെന്നു ചൊല്ലിയ സദ്ഗുരു, മദ്യം വിഷമെന്ന് ചൊല്ലിയ സദ്ഗുരു, മദ്യനന്മയ്ക്കായി പിറന്നൊരു നാടിത്. മദ്യം വിഷമെന്നു ചൊല്ലിയ സദ്ഗുരു, മദ്യനന്മയ്ക്കായി പിറന്നൊരു നാടിത്. ഹിന്ദുവും ക്രിസ്ത്യനും ഇസ്ലാം മതസ്ഥരും, ഹിന്ദുവും ക്രിസ്ത്യനും ഇസ്ലാം മതസ്ഥരും സോദരന്മാരായി കഴിയുന്ന
ഹിന്ദുവും ക്രിസ്ത്യനും ഇസ്ലാം മതസ്ഥരും സോദരന്മാരായി കഴിയുന്ന നാടിത്. നേട്ടങ്ങളൊട്ടേറെ ഘോഷിക്കും നേരത്ത് നേട്ടങ്ങളൊട്ടേറെ ഘോഷിക്കും നേരത്ത് നേട്ടങ്ങളൊട്ടേറെ ഘോഷിക്കും നേരത്ത് നേട്ടങ്ങളൊട്ടേറെ ഘോഷിക്കും നേരത്ത് കോട്ടങ്ങൾ നാണം കെടുത്തും ഈ നാടിനെ. നേട്ടങ്ങളൊട്ടേറെ ഘോഷിക്കും നേരത്ത് കോട്ടങ്ങൾ നാണം കെടുത്തും ഈ നാടിന്റെ. ലജ്ജയ കുമ്പിട്ടു പോകും ശിരസ്സു നാം ലജ്ജയാൽ കുമ്പിട്ടു പോകും ശിരസ്സു നാം. നിഷ്ക്രിയന്മാരായി കഴിയുന്നതോർക്കുമ്പോൾ ലജ്ജയാൽ കുമ്പിട്ടു പോകും ശിരസ്സു നാം. നിഷ്ക്രിയന്മാരായി കഴിയുന്നതോർക്കുമ്പോൾ നിഷ്ക്രിയന്മാരായി കഴിയുന്നതോർക്കുമ്പോൾ നിഷ്ക്രിയന്മാരായി കഴിയുന്നതോർക്കുമ്പോൾ പരിഭവമരുതേ സോദരരെ ചില പരമാർത്ഥങ്ങൾ ചൊല്ലും നേരം. പരിഭവമരുതേ സോദരരെ ചില പരമാർത്ഥങ്ങൾ ചൊല്ലും നേരം. ദൈവത്തിന്റെ സ്വന്തം നാടായി ദൈവത്തിന്റെ സ്വന്തം നാടൻ അഭിമാനിക്കും സാക്ഷര കേരളം. ദൈവത്തിന്റെ സ്വന്തം നാട് അഭിമാനിക്കും സാക്ഷര കേരളം. മദ്യത്തിന്റെ സ്വന്തം ഈ നാടായി മദ്യത്തിന്റെ സ്വന്തം നാടായ അപമതിയോടെ നിൽപ്പുവായി ഈ മദ്യത്തിന്റെ സ്വന്തം നാട് അപമതിയോടെ നിൽപ്പുകാരിൽ. കേരളമെന്നതു കേട്ടാൽ സ്വന്തം കേരളമെന്നതു കേട്ടാൽ സ്വന്തം ഊരതിളയ്ക്കും കാലം പോയി. കേരളമെന്നതു കേട്ടാൽ സ്വന്തം ചോര തിളയ്ക്കും കാലം പോയി. ഇന്നു തിളച്ചു വരുന്നു ഞരമ്പിൽ ഇങ്ങു തിളച്ചു വരുന്നു ഞരമ്പിൽ ഇങ്ങു തിളച്ചു വരുന്നു ഞരമ്പിൽ മദ്യമയക്കുമരുന്നിൽ ലഹരികൾ. ഇങ്ങു തിളച്ചു വരുന്നു ഞരമ്പിൽ മദ്യമയക്കുമരുന്നിൽ ലഹരികൾ. മദ്യമയക്കുമരുന്നിൽ ലഹരികൾ. എന്തിനുമേതിനും മദ്യം വേണം. എന്തിനുമേതിനു മദ്യം വേണം. ഈ കേരള നാട്ടിൽ ആഘോഷിക്കാൻ എന്തിനുമേതിനു മദ്യം വേണം. കേരള നാട്ടിൽ ആഘോഷിക്കാൻ ഓണം ക്രിസ്മസ് വലിയ പെരുന്നാൾ. ഓണം ക്രിസ്മസ് വലിയ പെരുന്നാൾ. വേണം കുപ്പികൾ മലയാളിക്ക്. ഓണം ക്രിസ്മസ് വലിയ പെരുന്നാൾ. വേണം കുപ്പികൾ മലയാളിക്ക്. ഉണ്ണി പിറന്നാൽ അമ്മ മരിച്ചാൽ ഉണ്ണി പിറന്നാൽ അമ്മ മരിച്ചാൽ കാമുകിനൈസായി തേച്ചു കിടന്നാൽ. ഉണ്ണി പിറന്നാൽ അമ്മ മരിച്ചാൽ കാമുകിനൈസായി തേച്ചു കിടന്ന കാമുകിനൈസായി തേച്ചു കിടന്ന കാമുകിനൈസായി തേച്ചു കിടന്നാൽ കാമുകിനൈസായി തേച്ചു കിടന്നാൽ കാമുകിനൈസായി തേച്ചു കിടന്നാൽ വ്യാജനടിച്ചു മരിച്ച പിതാവിന് വ്യാജനടിച്ചു മരിച്ച പിതാവിൽ ശ്രാദ്ധമതൂട്ടാൻ മദ്യം വേണം. വ്യാജനടിച്ചു മരിച്ച പിതാവിൽ ശ്രാദ്ധമതൂട്ടാൻ മദ്യം വേണം. ഏ ചങ്കിന് ജോലി ലഭിച്ചാൽ ഈ കുപ്പി ചങ്കിന് ജോലി ലഭിച്ചാൽ കുപ്പി മുന്തിയ ബ്രാൻഡിൽ തന്നെ വേണം. ചങ്കിന് ജോലി ലഭിച്ചാൽ കുപ്പി മുന്തിയ ബ്രാൻഡിൽ തന്നെ വേണം. അങ്ങനെ എന്തിനും ഏതിനും മദ്യം വേണം. എന്തിനും ഏതിനും മദ്യം വേണം. കേരള നാട്ടിൽ ആഘോഷിക്കാൻ എന്തിനും ഏതിനും മദ്യം വേണം. കേരള നാട്ടിൽ ആഘോഷിക്കാൻ കേരള നാട്ടിൽ ആഘോഷിക്കാൻ മദ്യം മയക്കുമരുന്നു പുകയില. മദ്യം മയക്കുമരുന്നു പുകയില. തകർക്കുന്നു മാനവ ജീവിതം. മദ്യം മയക്കുമരുന്നു പുകയില. തകർക്കുന്നു മാനവ ജീവിതം. വർണ്ണക്കടലാസിനുള്ളിൽ ഒളിച്ചിട്ട് വർണ്ണക്കടലാസിനുള്ളിൽ ഒളിച്ചിട്ട് തഞ്ചത്തിൽ നമ്മെ വിളിക്കും പുകയില. വർണ്ണക്കടലാസിനുള്ളിൽ ഒളിച്ചിട്ട് തഞ്ചത്തിൽ നമ്മെ വിളിക്കും പുകയില. ആൻസെന്നും പാനെന്നും പല നാമരൂപത്തിൽ ാൻസെന്നും പാനെന്നും പല നാമരൂപത്തിൽ പാടെ തകർക്കുന്നി നാടിൻ യുവത്വത്തെ. ാൻസെന്നും പാലെന്നും പല നാമരൂപത്തിൽ പാടെ തകർക്കുന്നു നാടിൻ യുവത്വം. പാടെ തകർക്കുന്നു നാടിൻ യുവത്വത്തെ. പുകവലി മനുജനെ ശീഘ്രം തന്നെ പുകവലി മനുജനു ശീഘ്രം തന്നെ അന്തിമ പുകയിൽ അണിചേർക്കുന്നു. പുകവലി മനുജനു ശീഘ്രം തന്നെ അന്തിമ പുകയിൽ അണിചേർക്കുന്നു. കരളുപഴുത്തും ലെൻസുകരിഞ്ഞും കരളുപഴുത്തും ലെങ്സുകരിഞ്ഞും പുഴുവതരിച്ചും നരകിക്കുന്നു. കരളുപഴുത്തും ലെങ്സുകരിഞ്ഞും പുഴുവതരിച്ചും നരകിക്കുന്നു. പുഴുവതരിച്ചും നരകിക്കുന്നു. മയക്കുമരുന്നിൻ സൂചികൾ നാട്ടിൽ മയക്കുമരുന്നിൻ സൂചികൾ നാട്ടിൽ പകർത്തും മാധ്യമമത്രേ. മയക്കുമരുന്നിൻ സൂചികൾ
സൂചികൾ നാട്ടിൽ കേട്ടു പകർത്തും മാധ്യമമത്രേ. അർബുദമെന്ന മഹാരോഗത്തിൽ അർബുദമെന്ന മഹാരോഗത്തിൽ അണിയറ ലഹരിയതാണെന്നോർക്കണം. അർബുദമെന്ന മഹാരോഗത്തിൽ അണിയറ ലഹരിയതാണെന്നോക്കണം. അണിയറ ലഹരിയതാണെന്നോക്കണം. സമ്പത്തുകാലത്തു നന്നായി വലിച്ചവൻ സമ്പത്തുകാലത്തു നന്നായി വലിച്ചവർ ആപത്തുകാലത്തു ഏങ്ങി വലിക്കുന്നു. സമ്പത്തുകാലത്തു നന്നായി വലിച്ചവർ ആപത്തുകാലത്തു ഏങ്ങി വലിക്കുന്നു. ആപത്തുകാലത്തു ഏങ്ങി വലിക്കുന്നു. ആപത്തുകാലത്തു ഏങ്ങി വലിക്കുന്നു. അഞ്ചനടിച്ചു രസിച്ചു നടന്നവർ കഞ്ചനടിച്ചു രസിച്ചു നടന്നവർ മെങ്ങലടിച്ചു കറങ്ങി നടക്കണ്. കഞ്ചനടിച്ചു രസിച്ചു നടന്നവർ വെഞ്ചലടിച്ചു കറങ്ങി നടക്കണം. വെഞ്ചലടിച്ചു കറങ്ങി നടക്കണം. വെഞ്ചലടിച്ചു കറങ്ങി നടക്കണം. ഓർക്കുക കൂട്ടരെ ലഹരി വരുത്തും. ഓർക്കുക കൂട്ടര ലഹരി വരുത്തും. ദോഷഫലങ്ങൾ തള്ളരുതാരും. ഓർക്കുക കൂട്ടര ലഹരി വരുത്തും. ദോഷഫലങ്ങൾ തള്ളരുതാരം. അതിമോഹത്തിൻ മായിക വലയിൽ അതിമോഹത്തിൻ മായിക വലയിൽ മനമറിയാതെ കുടുങ്ങും ബാലകർ. അതിമോഹത്തിൻ മായിക വലയിൽ മനമറിയാതെ കുടുങ്ങും ബാലകർ. സൂപ്പർ ബൈക്കിൽ ചെത്തി നടക്കണം. സൂപ്പർ ബൈക്കിൽ ചെത്തി നടക്കണം. വീക്കൻ സ്റ്റൈലിൽ മുടിയുമൊരുക്കണം. സൂപ്പർ ബൈക്കിൽ ചെത്തി നടക്കണം. വീക്കൽ സ്റ്റൈൽ മുടിയുമൊരുക്കണം. ചിങ്ങുള്ളൊരു ഫോണത് വാങ്ങി ടച്ചിങ്ങുള്ളൊരു ഫോണത് വാങ്ങി തിരസിക്കണം. സെൽഫി എടുക്കണം. ടച്ചിങ്ങുള്ളൊരു ഫോണത് വാങ്ങി കുത്തിരസിക്കണം. സെൽഫി എടുക്കണം. കുത്തിരസിക്കണം. സെൽഫി എടുക്കണം. കുത്തിരസിക്കണം. സെൽഫി എടുക്കണം. അവനുടെ മോഹം പൂവണിയിക്കാൻ അവനുടെ മോഹം പൂവണിയിക്കാൻ ഉടനണയുന്നു കഴുകൻ കണ്ണുകൾ. അവനുടെ മോഹം പൂവണിയിക്കാൻ ഉടനണയുന്നു കഴുകൻ കണ്ണുകൾ. വാഗ്ദാനങ്ങൾ നൽകി മയക്കി വാഗ്ദാനങ്ങൾ നൽകി മയക്കി ലഹരി ചുഴിയിൽ വീഴ്ത്തുന്നവനെ. വാഗ്ദാനങ്ങൾ നൽകി മയക്കി ലഹരി ചുഴിയിൽ വീഴ്ത്തുന്നവനെ. ലഹരിക്കായി ദുഷ്ടത ചെയ്യാൻ ലഹരിക്കായി ദുഷ്ടത ചെയ്യാൻ ലവലേശം മടി കാണില്ലാർക്കും. ലഹരിക്കായി ദുഷ്ടത ചെയ്യാൻ ലവലേശം മടി കാണില്ലാർക്കും. കഞ്ചാവിന്നു പണം കണ്ടെത്താൻ കഞ്ചാവിന്നു പണം കണ്ടെത്താൻ പെറ്റു വളർത്തിയ സ്വന്തം അമ്മയെ. കഞ്ചാവിന്നു പണം കണ്ടെത്താൻ പെറ്റു വളർത്തിയ സ്വന്തം അമ്മയെ. തലയിലടിച്ചു നിലത്തിട്ടവരുടെ തലയിലടിച്ചു നിലത്തിട്ടവരുടെ മാല കവർന്നതു വാർത്തയതായി. തലയിലടിച്ചു നിലത്തിട്ടവരുടെ മാല കവർന്നത് വാർത്തയതായി. ലഹരിയിൽ സ്വന്തം താതനയൊരുവൻ ലഹരിയിൽ സ്വന്തം താതനയൊരുവൻ പല പല തുണ്ടമടാക്കി നുറുക്കി. ലഹരിയിൽ സ്വന്തം താതനയൊരുവൻ പല പല തുണ്ടമതാക്കി നുറുക്കി. പല പല തുണ്ടമതാക്കി നുറുക്കി. ചാക്കിൽ കെട്ടി തോട്ടിൽ തള്ളിയ ചാക്കിൽ കെട്ടി തോട്ടിൽ തള്ളിയ കഥയും നാട്ടിൽ പാട്ടാളിപ്പോൾ. ചാക്കിൽ കെട്ടി തോട്ടിൽ തള്ളി കഥയും ഇപ്പോൾ നാട്ടിൽ പാട്ട. കഥയും ഇപ്പോൾ നാട്ടിൽ പാട്ടായി. ലഹരി ഭ്രാന്തിൻ ചുഴിയിലൊരച്ഛൻ ലഹരി ഭ്രാന്തിൻ ചുഴിയിലൊരച്ഛൻ പോറ്റി വളർത്തിയ സ്വന്തം മകളുടെ. ലഹരി ഭ്രാന്തിൻ ചുഴിയിലൊരച്ഛൻ പോറ്റി വളർത്തിയ സ്വന്തം മകളുടെ മാനം വിച്ചി ചീന്തിയ കഥയും മാനം വിച്ച് ചീന്തിയ കഥയും വേദനയോടെ കേട്ടവർ നമ്മൾ. മാനം വിച്ച് ചീന്തിയ കഥയും വേദനയോടെ കേട്ടവർ നമ്മൾ. വേദനയോടെ കേട്ടവർ നമ്മൾ. അങ്ങോ വടക്കോ യമുനതൻ തീരത്ത് അങ്ങോ വടക്കേ യമുനതൻ തീരത്ത് അന്തിതമെന്നൊരു സുന്ദര ദേശത്ത് അങ്ങോ വടക്കേ യമുനതൻ തീരത്ത് നന്ദിതമെന്നൊരു സുന്ദര ദേശത്ത് ഗ്രാമപ്രമുഖനും നല്ല പകുതിക്കും ഗ്രാമപ്രമുഖനും നല്ല പകുതിക്കും ആറ്റുനോറ്റാരോമൽ കുഞ്ഞു പിറന്ന നാൾ. ഗ്രാമപ്രമുഖനും നല്ല പകുതി ആത്മോറ്റാരോമൽ കുഞ്ഞു പിറന്ന നാൾ. നാടിനും വീടിനും ഉത്സവമായെങ്ങും നാടിനും വീടിനും ഉത്സവമായെങ്ങും ആനന്ദ നൃത്തത്തിനാഘോഷമായെന്ന്. നാടിനും വീടിനും ഉത്സവമായ ആനന്ദ നൃത്തത്തിനാഘോഷമായെന്ന്. മൈഥിലി എന്നു വിളിച്ചവർ പെൺകൊടി മൈഥിലി എന്നു വിളിച്ചവർ പെൺകൊടി മൈലിനേക്കാളും നടുകൊത്ത സുന്ദരി. മൈഥിലി എന്നു വിളിച്ചവർ പെൺകൊടി
മയിലിനെക്കാളും അഴകൊത്ത സുന്ദരി മയിലിനെക്കാളും അഴകൊത്ത സുന്ദരി ഇതിനെക്കാളും അഴകൊത്ത സുന്ദരി ബുദ്ധിയിലും ഗുരുഭക്തിയിലും ഗുണമൊത്തവൾ നാടിനഭിമാനമായവൾ ബുദ്ധിയിലും ഗുരുഭക്തിയിലും ഗുണമൊത്തവൾ നാടിനഭിമാനമായവൾ വിദ്യയിലും കലാസാഹിത്യ ലോകത്തും വിദ്യയിലും കലാസാഹിത്യ ലോകത്തും ഒട്ടേറെ സമ്മാനമെത്തിപ്പിടിച്ചവൾ വിദ്യയിലും കലാസാഹിത്യ ലോകം ഒട്ടേറെ സമ്മാനമെത്തിപ്പിടിച്ചവൾ പ്ലസ് ടു പരീക്ഷയ്ക്കുയർന്ന മാർഗോടവൾ പ്ലസ് ടു പരീക്ഷയ്ക്കുയർന്ന മാർക്കോടവൾ ഈ നഗരത്തിൽ ഡിഗ്രി പഠിക്കുവാൻ പ്ലസ് ടു പരീക്ഷയ്ക്കുയർന്ന മാർക്കോടവൾ ഈ നഗരത്തിൽ ഡിഗ്രി പഠിക്കുവാൻ പേരും പെരുമയും പേറുന്ന ക്യാമ്പസിൽ പേരും പെരുമയും പേറുന്ന ക്യാമ്പസിൽ പാതി നടന്നവൾ വന്ന ശലഭമായി പേരും പെരുമയും പേറുന്ന ക്യാമ്പസ് മാറി നടന്നവർ വർണ്ണശലഭമായി ഒന്നാം സെമസ്റ്ററിൽ മാർക്കു കുറഞ്ഞപ്പോൾ ഒന്നാം സെമസ്റ്ററിൽ മാർക്കു കുറഞ്ഞപ്പോൾ ഭിന്നത മാറ്റുവാനെത്തിയ ക്ലാസ്മേറ്റ് ഒന്നാം സെമസ്റ്ററിൽ മാർക്കു കുറഞ്ഞപ്പോൾ ഭിന്നത മാറ്റുവാനെത്തിയ ക്ലാസ്മേറ്റ് നൽകി ഉപദേശം അല്പം ലഹരി നൽകി ഉപദേശം അല്പം ലഹരിനിൽ ബുദ്ധി ഉണർത്തും പിഴക്കില്ല നിശ്ചയം നൽകി ഉപദേശം അല്പം ലഹരിനിൽ ബുദ്ധി ഉണർത്തും പിഴയ്ക്കില്ല നിശ്ചയം വിശ്വസ്തനായി ചമഞ്ഞ സുഹൃത്തിന്റെ വിശ്വസ്തനായി ചമഞ്ഞ സുഹൃത്തിന്റെ വക്രതയിൽ സ്വയം വീണുപോയി പെൺകുടി വിശ്വസ്തനായി ചമഞ്ഞ സുഹൃത്തിന്റെ ഉഗ്രതയിൽ സ്വയം വീണുപോയി പെൺകുടി അടിക്കടിമയായി തീർന്നവൾ അറിയാതെ ലഹരിക്കടിമയായി തീർന്നവൾ അറിയാതെ പണയപ്പെടുത്തിതൻ മാനവും ജീവനും ലഹരിക്കടിമയായി തീർന്നവൾ അറിയാം പണയപ്പെടുത്തിതൻ മാനവും ജീവനും വട്ടമിട്ടാർക്കൊരാ താമപ്പിശാചുക്കൾ വട്ടമിട്ടാത്തൊരാത്താമപ്പിശാചുക്കൾ ഒത്തി വലിച്ചു തരുണിതൻ താരുടൻ വട്ടമിട്ടാത്തൊരാത്താമപ്പിശാചുകൾ ഒത്തി വലിച്ചു തരുണിതൻ താരുടൻ താമപ്പിരാന്തിന്റെ താണ്ഡവം എപ്പോഴോ കാമപ്പിരാന്തിന്റെ താണ്ഡവം എപ്പോഴാ ജീവച്ഛവമാക്കി മാറ്റിയ പെണ്ണിനെ കാമപ്പിരാന്തിന്റെ താണ്ഡവം എപ്പോഴും ജീവച്ഛവമാക്കി മാറ്റിയ പെണ്ണിനെ കൂട്ടത്തിലേറ്റവും ക്രൂരനായുള്ളവൻ കൂട്ടത്തിലേറ്റവും ക്രൂരനായുള്ളവൻ കൂട്ടബലാത്സംഗ ദൃശ്യങ്ങളൊക്കെയും കൂട്ടത്തിലേറ്റവും ക്രൂരനായുള്ളവൻ കൂട്ടബലാത്സംഗ ദൃശ്യങ്ങളൊക്കെയും ഒപ്പിയെടുത്തുതൻ ഫോണിലപ്പോൾ തന്നെ ഒപ്പിയെടുത്തുതൻ ഫോണിലപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തവൻ ലൈക്കു ലഭിക്കുവാൻ ഒപ്പിയെടുത്തുതൻ ഫോണിലപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തവൻ ലൈക്കു ലഭിക്കുവാൻ അപ്ലോഡ് ചെയ്തവൻ ലൈക്കു ലഭിക്കുവാൻ വാർത്ത പരന്നു നാട്ടിൽ മുഴുവൻ വാർത്ത പരന്നു നാട്ടിൽ മുഴുവൻ കാഴ്ചകൾ കണ്ടു പകച്ചു സകലർ വാർത്ത പരന്നു നാട്ടിൽ മുഴുവൻ കാഴ്ചകൾ കണ്ടു പകച്ചു സകലർ മാനം വിറ്റവളെന്നു പഠിച്ചു മാനം വിറ്റവളെന്നു പഠിച്ചു ആലോകർക്കഥ പാടി നടന്നു മാനം വിറ്റവരെന്നു പഠിച്ചു മാലോകർ കഥ പാടി നടന്നു അച്ഛനും അമ്മയും ഉറ്റവരൊക്കെയും അച്ഛനുമമ്മയും ഉറ്റവരൊക്കെയും ദുഃഖമതോടെ കൈവിട്ടവളെ അച്ഛനും അമ്മയും ഉറ്റവരൊക്കെ ദുഃഖമതോടെ കൈവിട്ടവളെ നീയൊരു പെണ്ണിനും ഇത്തരമൊരു ഗതി ഇനിയൊരു പെണ്ണിനും ഇത്തരമൊരു ഗതി അരുതേ എന്നവൾ ആർത്തും കൊണ്ടേ ഇനിയൊരു പെണ്ണിനും ഇത്തരമൊരു ഗതി അരുതേ എന്നവളാർത്തും കൊണ്ട് ഒരു മുഴം കയറിൽ തീർത്തു തന്നെ ഒരു മുഴം കയറിൽ തീർത്തു തന്നെ ജീവിത നാടക അന്തിമരംഗം ഒരു മുഴം കയറിൽ തീർത്തു തന്നു ജീവിത നാടകമന്തിമരംഗം ജീവിത നാടകമന്തിമരംഗം ജീവിത നാടകമന്തിമരംഗം മദ്യം മയക്കുമരുന്നു പുകയില മദ്യം മയക്കുമരുന്നു പുകയില തട്ടിയുടയ്ക്കരുതാരുടെ ജീവനും മദ്യം മയക്കുമരുന്നു പുകയിൽ തട്ടിയുടയ്ക്കരുതാരുടെ ജീവനും ദുഷ്ടലഹരികൾ മാടി വിളിക്കുമ്പോൾ ദുഷ്ടലഹരികൾ മാടി വിളിക്കുമ്പോൾ അവർ തന്മുഖം ചിത്തേ തെളിയണം ദുഷ്ടലഹരികൾ മാടി വിളിക്കും ഉറ്റവർ തന്മുഖം ചിത്തേ തെളിയണം തം തെറ്റിപ്പായും കുഞ്ഞാടുകൾക്കു നാം കൂട്ടം തെറ്റിപ്പായും കുഞ്ഞാടുകൾക്കു നാം കൂട്ടായിരിക്കും
വാഴിക്കണം നേർവഴി കാട്ടണം. കൂട്ടം തെറ്റിപ്പായും കുഞ്ഞാടുകൾക്കും കൂട്ടായിരിക്കണം നേർവഴി കാട്ടണം. നന്മതൻ മണ്ണിൽ മുളയ്ക്കുന്ന വിത്തുകൾ, നന്മതൻ മണ്ണിൽ മുളയ്ക്കുന്ന വിത്തുകൾ നാളെ ഈ നാടിൻ തണലായി മാറിടും. നന്മതൻ മണ്ണിൽ മുളയ്ക്കുന്ന വിത്തുകൾ നാളെ ഈ നാടിൽ തലനായി മാറിടും. നാളെ തൻ വാഗ്ദാനമാവണം നിങ്ങളാൽ, നാളെ തൻ വാഗ്ദാനമാവണം നിങ്ങളെ. നാടിൻ യശസ്സങ്ങു വാനോളമെത്തണം. നാളെ തൻ വാഗ്ദാനമാവണം നിങ്ങൾ. നാടിൻ യശസ്സങ്ങ് വാനോളമെത്തണം. നാടിൻ യശസ്സങ്ങ് വാനോളമെത്തണം. ജീവിതമാണു ലഹരി എന്നുൾവിളി, ജീവിതമാണ് ലഹരി എന്നുൾവിളി. ജീവിതമാണു ലഹരി എന്നുൾവിളി. ജീവിതമാണ് ലഹരി എന്നുൾവിളി. തോന്നേണം എപ്പോഴും പ്രാർത്ഥനയാവണം. ജീവിതമാണ് ലഹരി എന്നുൾവിളി. തോന്നേണമെപ്പോഴും പ്രാർത്ഥനയാവണം. തോന്നേണമെപ്പോഴും പ്രാർത്ഥനയാവണം. മംഗളമീ കഥം കഥനം ചെയ്താൽ മംഗളം അനവധി വന്നു ഭവിക്കും. നാരായണ ജയ നാരായണ കൃഷ്ണ നാരായണ ഭഗവാനേ ജയ ജയ. മക്കളെല്ലാവർക്കും നമസ്തേ. അച്ഛടാ, കൂടെ കഴിച്ചില്ലായിരുന്നോ? കഴിച്ചോ എല്ലാരും? നമസ്തേക്ക് ഒരു പവറില്ലല്ലോ അന്നേ. അടിപൊളി കേട്ടോ. ഇപ്പൊ ബിരിയാണി നിന്ന പവറായല്ലേ? അടിപൊളിയായില്ലേ? ഇങ്ങനെ വേണം നമസ്തേ പറയാം കേട്ടോ. മതി മതി, എന്റെ കൊന്നെ ചോദിക്കുമ്പോ മാത്രം മതി കേട്ടോ. ഈ ഐറ്റം ഒക്കെ പിന്നെ തുടങ്ങിയാൽ നിർത്തത്തില്ല. ഓക്കെ, ഇരുന്നു. ഇനി അങ്കിള് കുറച്ച് കാര്യം പറഞ്ഞുതരാം. ഇരുന്നു കേട്ടോ. ആരും സംസാരിക്കരുത്. എന്തെങ്കിലും ഉണ്ട് അങ്കിളിനോട് ചോദിക്കണം. ഓക്കെ അല്ലേ? ഉണ്ടായിരുന്നാ 2-3 കഥ പറഞ്ഞുതരാം. ഓക്കെ ആണോ? അപ്പൊ എല്ലാരും ഹാപ്പിയാണോ? അവിടെ ഇരിക്കുന്ന ചേച്ചിമാരൊക്കെ ഹാപ്പിയാണോ? മുകളിലേക്കുന്ന ചേച്ചിമാരൊക്കെ ഹാപ്പിയാണോ? ആ, ചേച്ചിമാരെന്ന് വിളിച്ചില്ല കുഴപ്പമില്ല, ബാക്കിയൊക്കെ അവര് ഹാപ്പിയാണ്. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് പറയട്ടെ. ഉച്ച കഴിഞ്ഞ് എത്ര പീരീഡ് ക്ലാസ് പോയി കിട്ടി? അതല്ല നമ്മുടെ ഹാപ്പി. അതല്ലേ നാളെ വെച്ചാലോ? ഇതിന്റെ ഇംഗ്ലീഷ് വെർഷൻ ഉണ്ട്. നാളെ വെച്ചാലോ? കണ്ടല്ലോ, ടീച്ചേഴ്സ് കേട്ടല്ലോ. തൊണ്ട പൊട്ടി പിടിക്കും ടീച്ചേഴ്സിന് മുമ്പ് വെച്ച് കേട്ടോ. ഇതാണ് നമ്മുടെ സന്തോഷം അല്ലേ? അത് ഞങ്ങളൊക്കെ അങ്ങനെയാണ് ചെറുപ്പത്തില്. ഈ 2 മാസം സ്കൂൾ അടച്ചിട്ടിട്ട് സ്കൂൾ തുറക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. സ്കൂൾ തുറന്നു അവിടെ ചെന്നിച്ച് നമ്മുടെ വിചാരം ഉച്ച കഴിഞ്ഞെങ്കിലും നേരത്തെ വിട്ടിരുന്നെങ്കിലും. അത്ര ദിവസം വീട്ടിലിരുന്ന് മടുത്താണ്. എന്തായാലും ഒരു അവധി കിട്ടുന്ന സന്തോഷമാണ് അല്ലേ? അതുപോലെ ഇവരിന് ഓട്ടംതുള്ളലല്ല, കഥകളിയല്ല, എന്ത് നടത്തിയാലും അവരിന്ന് കണ്ടോളൂ. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും ഹാപ്പിയായ സ്ഥിതിക്ക് ഒരു കാര്യം ചോദിച്ചാൽ സത്യസന്ധമായിട്ട് മറുപടി പറയുമോ? ഒറ്റ ഇതിലങ്ങനെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ, അതിൽ കുറയത്തില്ല. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്കിൾ അവതരിപ്പിച്ച കഥകളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? സന്തോഷമായി കേട്ടോ. ഒന്നും പറഞ്ഞിട്ടൊരു കാര്യം. അപ്പൊ അപ്പം പോയിക്കോട്ടെ. ഒരു മനുഷ്യൻ 21 മിനിറ്റ് ശ്വാസം കിട്ടാതെ ഈ തുള്ളെല്ലാം കൂടെ തുള്ളി കൂട്ടിയിട്ട് കഥകളി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ പാർട്ടിയാണ്. കഥകളിയാണോ ഇവിടെ നടത്തിയത്? എന്തുമായിട്ട് തോന്നി? നിങ്ങളായിട്ട് തോന്നിയോ? അന്നേരം കൈയടിച്ചേ. ഓക്കെ, സന്തോഷം, വളരെ സന്തോഷം. എന്താണെന്നറിയാവോ? അങ്കിൾ ഓട്ടംതുള്ളൽ പഠിച്ചിട്ടില്ല. ഞാൻ പ്രൊഫഷണൽ ഓട്ടംതുള്ളലുകാരനൊന്നും അല്ല. ഈ വയസ്സാം കാലത്ത് വേഷം കെട്ടി ഇറങ്ങിയതാണ് കേട്ടോ. ആ വയസ്സനായ ഈ പച്ചപ്പൊക്കെ ഉള്ളു. ഒറിജിനൽ കണ്ടിട്ടുണ്ടോ? കാണാതിരിക്കുകയാണ് നല്ലത്. നമ്മുടെ മറ്റേ സെലിബ്രിറ്റി പറഞ്ഞ പോലെ പെറ്റ തള്ള സഹിക്കുകയല്ല എന്നെ കണ്ടു. ആടെ ഇരുന്നത് കേട്ടോ. ഇപ്പുറ സൈഡ് യൂണിഫോം ഒക്കെ ഇട്ടൊരു പുള്ളിക്കാരൻ ഇരിക്കുന്നുണ്ടോ? 12,000 രൂപ സ്റ്റുഡിയോക്കാരന് കൊടുത്തിട്ട് പുട്ടിയിട്ട് ഈ പരുവത്തിലാക്കി തന്നതാണ്. ഇതൊന്നും അല്ല ഒറിജിനൽ. മീശ ഉണ്ടോ? ഒരു ചെറിയ മീശ പിടിപ്പിച്ചു തരാൻ പറഞ്ഞതിന് മറ്റേ വീരപ്പന്റെ സൈസ് ഒരു മീശ പിടിപ്പിച്ചു തന്നു. അപ്പൊ മനസ്സിലായല്ലോ ഒറിജിനൽ രൂപ എന്തായിരിക്കും. അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ? അപ്പൊ ഞങ്ങൾ 1-2 കാര്യം പറഞ്ഞ ശ്രദ്ധിച്ചിരിക്കുവോ? എന്തിനെ പറ്റിയാ നമ്മുടെ ഈ ഓട്ടംതുള്ളലിൽ പറഞ്ഞത്? എന്തിനെ പറ്റിയാ പറഞ്ഞത്? ആ ലഹരി അല്ലേ? ലഹരി എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ?
ഞാൻ പേര് ചോദിച്ചാൽ എനിക്കറിയാവുന്നതിൽ കൂടുതൽ ഇങ്ങോട്ട് പറയുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ചോദിക്കുന്നില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഭാഗത്ത് ആർക്കെങ്കിലും ലഹരി ഉണ്ടോ? ഈ ഭാഗത്ത് ആർക്കെങ്കിലും എന്നെ അറിഞ്ഞിട്ടാണോ കൈവക്കണം? ദൈവത്തിനറിയാം. ആ കൈതാത്തേക്ക് ആ പുറയിരിക്കുന്ന ചേട്ടന്മാർക്ക് ആർക്കെങ്കിലും ലഹരി ഉണ്ടോ? എല്ലാരും കൂടെ തിരിഞ്ഞു നോക്കണ്ടെന്നേ. ഇവര് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോന്ന് കാണിക്കും, എല്ലാരും കൂടെ അങ്ങോട്ട് നോക്കും. ഞാനിവിടെ വെറുതെ കിടന്ന് ഉള്ളിക്കൊണ്ടിരിക്കുക. ഇങ്ങോട്ട് നോക്കൂ. ഓക്കെ ഓക്കെ, ഇരുന്ന്. അവിടെ ഇരിക്കുന്ന ചേച്ചിമാർക്ക് ആർക്കെങ്കിലും ലഹരി ഉണ്ടോ? ഇല്ല, സ്വല്പം, ഒരു ഇമ്മിണി, ഒട്ടുമില്ല. അയ്യോ, അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കണ്ട, ഇരുന്ന്. ഇവര് കൈവിട്ട് പോകുന്നുണ്ട്, ഒരു കണി നടക്കില്ല. ആ മിണ്ടായിരുന്നു, ഞാൻ പറയാം കേട്ടോ. ലഹരിയുള്ളവരൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, മിണ്ടായിരുന്നു. സ്വല്പം ലഹരി പോലും ഇല്ല. എന്ത് കഷ്ടമാണെന്ന് പറഞ്ഞത്. എങ്ങനെ എത്ര പ്ലസ് ടു ആണോ? എങ്ങനെ പ്ലസ് ടു വരെ, 10ാം ക്ലാസ്, എങ്ങനെ ലഹരി ഇല്ലാതെ ഈ ക്ലാസ് വരെയൊക്കെ നിങ്ങളായെന്നേ? എനിക്കറിയാം എല്ലാവർക്കും ലഹരിയുണ്ട്, നിങ്ങൾക്കും അറിയാം എല്ലാവർക്കും ലഹരിയുണ്ട്, ഉണ്ടെന്നേ. നിങ്ങൾ നാണത്തോടെ ഇല്ലെന്ന് പറഞ്ഞ ലഹരി ഏതാണെന്നറിയാവോ? ഇനി പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കണം, അല്ലെങ്കിൽ അപകടമാണ് കേട്ടോ. നിങ്ങൾ ഈ നാണത്തോടെ ഇല്ലെന്ന് പറഞ്ഞ ലഹരി ഏതാണെന്നറിയാവോ? മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ. അതാണോ ശരിക്കും ജീവിതത്തിൽ ലഹരി? അല്ലെന്നേ. ഒരുപാട് നല്ല ലഹരികൾ നമ്മുടെ ചുറ്റിനും ഉണ്ടെന്നേ. നമ്മളെങ്ങനെ ചേർത്ത് പിടിക്കാൻ, നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെ കൂടെ കൊണ്ടു നടക്കാൻ, നമുക്ക് സന്തോഷം തരാൻ, സ്നേഹം തരാൻ, ഒരുപാട് ഉയർച്ച തരാനൊക്കെ ഒരുപാട് ലഹരികൾ നമ്മുടെ ചുറ്റിനും ഉണ്ട്. സത്യം കണ്ടോ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? പക്ഷെ നമ്മുടെ ചില ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ അത് കാണാതെ കണ്ട് ഈ മോശം ലഹരിയുടെ പിന്നാലെ പോകുന്നതാണ് കുഴപ്പം. മനസ്സിലായോ? അതുപോലെ ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കണം. ഞാൻ നേരത്തെ നല്ല ലഹരി ഉണ്ടെന്ന് പറഞ്ഞ് സാറ് പറഞ്ഞെന്ന് പറഞ്ഞ് ക്ലാസ് വിട്ടറിന് അടുത്ത ഷാപ്പിലേക്ക് ഓടരുതുമായിരുന്നു. ഓടുവോ? അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി, അതുകൊണ്ടാണ് കേട്ടോ. ആലപ്പുഴയിലേ, അയ്യോ ഞാൻ പറയണോ? നിങ്ങൾ വർത്തമാനം പറഞ്ഞാൽ ഞാൻ വർത്തമാനം നിർത്തും കേട്ടോ. മിണ്ടായിരിക്കണം കേട്ടോ. മിഠായി മേടിച്ചാലും മിണ്ടായിരിക്കണം. ഇനി മിഠായി കൊടുക്കാതെ എന്നെ വിടത്തില്ല ഇവിടെ നോക്കിയാണ്. ആലപ്പുഴയിലൊരു കുടുംബശ്രീയുടെ പരിപാടിക്ക് വിട്ടു. കുടുംബശ്രീ അമ്മമാരുടെയൊക്കെ കുടുംബശ്രീ ഇല്ലേ? അത്ര വേണ്ട, കുറച്ച് മതി. കുടുംബശ്രീയുടെ പരിപാടിക്ക് പോയി. അപ്പോൾ 100 അമ്മമാർ ഇങ്ങനെ ഇരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് 5-6 ചേട്ടന്മാർ, അച്ഛന്മാർ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോഴേ എനിക്ക് മനസ്സിലായി ചേച്ചിമാർ പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണെന്ന്. നമ്മുടെ ക്ലാസ് കേട്ടതോടുകൂടി അവർ കുടി നിർത്തുമല്ലോ, അങ്ങനെ വിശ്വാസം കൊണ്ട് ഇരുത്തിയിരിക്കണേ. ചേട്ടന്മാർ അസ്വസ്ഥമായിട്ട് ഇരിക്കണം, അതൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ക്ലാസ്സിൽ ഞാൻ ഇതുപോലെയൊക്കെ പറഞ്ഞു തുടങ്ങി. നല്ല ലഹരികൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഒരു ചേട്ടൻ ചാടി എഴുന്നേറ്റുണ്ട് കേട്ടോ. ആകപ്പാട് ബഹളമായി. ചേട്ടൻ എഴുന്നേറ്റ് പോകാൻ പോകും. ചേച്ചി ചേട്ടൻ്റെ കൊണ്ട് പിടിച്ച് അവിടെ മനുഷ്യാണെന്ന് കൊണ്ട് വലിക്കും. ചേട്ടൻ വിടറി എന്ന് കൊണ്ട് ഇങ്ങോട്ട് വലിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ട് ബഹളമായി. പിന്നെ ചേട്ടൻ ഇരുന്നിട്ട് നല്ല പച്ച സംസ്കൃതമൊക്കെ പറയാൻ തുടങ്ങി. ആകെ കുഴപ്പമായി. അവിടെ മനസ്സിലായി. ഞാൻ അയ്യടാന്നായി പോയി. ഞാൻ ക്ലാസ് എടുക്കാൻ നിൽക്കുകയല്ലേ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് ചേട്ടാ, എന്തലമ്പായി കാണിക്കുന്നു, എന്ത് പരിപാടി, ഒരു പ്രോഗ്രാം നടക്കില്ല, ഒരാളോട് സംസാരിക്കില്ലേ, ഇത്ര ആൾക്കാർ ക്ലാസ് കേൾക്കാൻ ചേട്ടൻ എന്തിനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്, എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറയുന്നത്, സാറ് പറഞ്ഞില്ലേ സാറേ ലഹരിയൊക്കെ നല്ലതാണെന്ന്. വീവറൈൻ്റെ ക്യൂ ഇരിക്കണം, എന്നെ പിടിച്ചിവിടെ കൊണ്ടിരുത്തിയിരിക്കണം, വല്ല കാര്യമുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞാൽ ഇത് തന്നെ ലഹരിയൊക്കെ നല്ലതാണെന്ന്. ഇവിടെ കേൾക്കുന്നില്ലെന്ന് കൊണ്ട് 2-3 ഇംഗ്ലീഷും പറഞ്ഞു കേട്ടോ. എന്ത് ഇംഗ്ലീഷാണെന്ന് മനസ്സിലായി കാണും. അപ്പൊ തന്നെ ഞാനോർത്ത് എൻ്റെ പൊന്ന് ചേട്ടൻ ചേട്ടൻ്റെ വഴിക്ക് പോയി, ചേട്ടൻ ഇരിക്കണ്ട, വെറുതെ അലമ്പുണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അവസാനം ചേട്ടൻ്റെ വഴിക്ക് പോയി. ചേച്ചിയും ചേട്ടൻ്റെ മുണ്ടും അവിടെ തന്നെ ഇരുന്നു. ഓക്കെ ഇല്ലേ, തീരുമാനമായി. അപ്പൊ അതുപോലെ ഞാനിത് പറഞ്ഞെന്നും പറഞ്ഞ് നേരെ അടുത്ത ഷാപ്പിലേക്ക് അല്ലെ വീട്ടിൽ ചെന്നിട്ടും പറയരുത്, അവിടെ ഒരു സാർ എക്സൈസിൽ നിന്ന് വന്ന് ലഹരി നല്ലതാണെന്ന് പറഞ്ഞ് അച്ഛൻ എനിക്കൊരു കുപ്പി മേടിച്ചു തരാൻ പറയരുത് കേട്ടോ. അതല്ല സംഭവം. നമുക്ക് ഒരുപാട് നല്ല ലഹരികൾ ഉണ്ടെന്നേ. ഇവിടെ പാട്ട് പാടുന്ന ആരൊക്കെയാണ്? പാട്ട് പാടുന്നവരൊരു കൈപൊക്കി. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് കൈപൊക്കരുത് കേട്ടോ. ആ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ, ഒരു കൈഡി കൊടുത്തേ ഇവർക്ക്. ആ കണ്ട് എത്ര പേരാണല്ലേ, അടിപൊളി. കൈ താത്തിക്കും. ഇപ്പൊ ആൾക്കാർ കൂടിയാ. സമ്മാനമൊന്നും ഇല്ല ഇവിടെ കേട്ടോ. ഈ കൈയടി കേട്ടപ്പോ മനസ്സിലൊരു ലഡു പൊട്ടിയായിരുന്നു. ലഡു പൊട്ടിയെന്ന് വെച്ചാൽ സന്തോഷം ഉണ്ടാകാൻ കേട്ടോ. ഇനി ലഡു മേടിച്ചു തരാൻ പറയുന്നത് ഒരു സന്തോഷം തോന്നില്ലേ? നമ്മൾ സ്റ്റേജിൽ നിന്ന് പാട്ട് പാടുമ്പോൾ, അല്ലെ ഞാനിതുപോലെ ഓട്ടംതുള്ളലൊക്കെ അവതരിപ്പിക്കുമ്പോൾ എല്ലാവരും കൂടെ കൈയടിക്കുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കും, അടുത്ത പരിപാടി ഇതിനെയൊക്കെ കുളമാക്കണം. അങ്ങനെയാണോ വിചാരിക്കുന്നത്? എന്ത് വിചാരിക്കും? അടുത്ത പരിപാടി അല്ല അടുത്ത പാട്ട് അടിപൊളിയായിട്ട് പാടണമെന്ന് വിചാരിക്കത്തില്ലേ? ആ ഒരു സന്തോഷം പ്രോത്സാഹനമില്ലേ, അതാണെന്നേ ലഹരി.
പിന്നെ ഡാൻസ് കളിക്കുന്നവർക്ക് ഡാൻസ് കളിക്കുന്നവര് ഇത്രയൊന്നും കണ്ടാൽ പോരല്ലോ. മറ്റേ പാലാപ്പള്ളിയൊക്കെ കണ്ടാൽ തുള്ളാത്ത ആൾക്കാരുണ്ട്. കൈതാത്ത്. പിന്നെ വേറൊരു സാധനം ഉണ്ടല്ലോ, എന്നാണ് മറ്റേ ഇങ്ങനെ വിളിക്കുന്നത്, കാവാലിയാ എന്നാണ് ഇങ്ങനെയൊക്കെ വെക്കണം. അതിനാണ് ആ കാവാലയൊക്കെ കേട്ടത് ആരാണ് തുള്ളാത്തത്? പിന്നെ ഇപ്പോഴത്തെ പുതിയ സാധനം ഏതാണ്? ഒരു ആവേശത്തിൽ പറഞ്ഞ പുതിയ സാധനം ഏതാണ്? ഇല്ലും അന്ന് പാടിക്ക ഇല്ലും അല്ലേ? ആ എന്നാ രസാ കേൾക്കാല്ലേ. ആ ഇരുന്നിരുന്നു തുള്ളി പോകത്തില്ലേ? അടിപൊളിയാണ്. സിനിമ കണ്ടായിരുന്നോ? അവിടെ ഇരിക്കുന്ന വലിയവരൊക്കെ കണ്ടായിരുന്നോ സിനിമ? അടിപൊളി സിനിമയാണല്ലേ? ഇഷ്ടപ്പെട്ടോ? ഒരു ആവേശം തോന്നിയോ? അന്ന് ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ആ സിനിമ കണ്ടിട്ട് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടിയത്? എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഇത്രയും വൃത്തികെട്ടൊരു സിനിമ വേറെ ഇല്ല കേട്ടോ. ഇത്രയും വൃത്തികെട്ടൊരു സിനിമ വേറെ ഇല്ല. എന്ത് സന്ദേശമാണ് കുഞ്ഞുങ്ങൾക്ക്. ടീച്ചേഴ്സൊക്കെ കണ്ടായിരുന്നോ? എന്ത് സന്ദേശമാണ് ആ സിനിമ തുടങ്ങുമ്പോൾ. ഇനി പുറകോട്ടിരിക്കുന്നവർ കേൾക്കാൻ വേണ്ടി പറയണം കേട്ടോ. ഇവരെങ്ങനെ എല്ലാത്തിനും ആവശ്യപ്പെട്ടിരിക്കുന്നത് കുഴപ്പമില്ല. സിനിമ തുടങ്ങിയപ്പോൾ മുതൽ ആ സ്ക്രീനിന്റെ ചുവട്ടിൽ സാധനം എഴുതി കാണിക്കാൻ തുടങ്ങി. എന്തായിരുന്നു? പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. ആ സിനിമ തീരുന്നവരെ ആ സാധനം അവിടുന്ന് പോയിട്ടില്ല. മനസ്സിലായോ എന്തായിരുന്നു ആ സിനിമയിലെ രംഗങ്ങളെന്ന്? ഇതുപോലെ അക്രമവാസനയും മദ്യപാനവും മയക്കുമരുന്നിന്റെ ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഈ ആവേശത്തോടെ പറഞ്ഞ പാട്ടില്ലേ, ഇന്നും മീനാട്ടിയുടെ വരി ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ കഴിഞ്ഞ ദിവസം ആ വരി ശ്രദ്ധിച്ചു. എന്റെ മകൾ മറ്റേ യൂട്യൂബിൽ നോക്കി വരി വരെ ഉൾപ്പെടെ ഇരുന്ന് പഠിച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സംഭവം ശ്രദ്ധിക്കുന്നത്, വയലാറ് പോലും ഇങ്ങനെ എഴുതത്തില്ല. എന്ത് മനോഹരമായ വരിയാണെന്നറിയാവോ? പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, പേനാ കത്തി കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ. എന്നാ പറഞ്ഞു കൊടുക്കുന്നത്? ടീച്ചേഴ്സിന് ആ വരി ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. ചെറിയ പെൻസിലും പേന അല്ലെങ്കിൽ സ്വർണം കൊണ്ടൊക്കെ നാക്കിൽ എഴുതി തുടങ്ങേണ്ട പ്രായത്തില് പേനാക്കത്തി എടുത്തോളം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, കുത്താനെ അറപ്പ് തീർക്കാൻ. അതിനൊക്കെ മനോഹരമായൊരു വരിയിട്ടുണ്ട് കേട്ടോ. ഏതാണ്? കട്ടച്ചൂര കൊണ്ട് ജ്യൂസ് അടിക്കാൻ. എല്ലാം കാണാൻ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ അവസ്ഥ. ഈ ആവേശം മനസ്സിലായോ? അല്ല, അധ്യാപകരും രക്ഷകർത്താക്കളും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, ഈ കുട്ടികളെ കാണാൻ പഠിച്ചു വെച്ചിരിക്കുന്ന ആവേശം മനസ്സിലായോ? ചെറുപ്പത്തില് ഈ പ്രായത്തില് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളിലേക്ക്. ചോര കണ്ടും മനുഷ്യനെ കുത്തിയും അറപ്പ് തീരാനുള്ള സന്ദേശം കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുകയാണ്. ഈ പാട്ടിൽ നിന്ന് അതിൽ കൂടുതൽ എന്ത് സന്ദേശമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടാനുള്ളത്? എന്റെ പൊന്നു മക്കളെ, ഇതുപോലത്തെ സിനിമയും പാട്ടും ഒന്നും കേൾക്കാൻ പോകരുത് കേട്ടോ. ജീവിതം കട്ടപ്പകയായി പോകും, അല്ല കട്ടപ്പയായി പോകും. ആ പുറകിന്ന് കുത്തുന്നതാണ് കട്ടപ്പ, കേട്ടിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് അതോടെ നിൽക്കട്ടെ. അപ്പൊ ഡാൻസ് കളിക്കാൻ കുറെ ആൾക്കാരുണ്ടല്ലോ, ആ ഡാൻസ് കളിക്കുന്നവർക്ക് ഒരു കൈയടി കൊടുത്തേ. ആ ഇപ്പൊ ഒരു സന്തോഷം തോന്നില്ലേ? ആ കൈതാത്തി. ചിത്രം വരയ്ക്കുന്നവരുണ്ടോ? എന്റെ പൊന്നോ, ഇത്രയും ചിത്രം വരക്കാരുണ്ടോ? ആ കൈതാത്തിക്ക്. ഈ ചിത്രം ഏതാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ചിത്രം ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. 3 മല, മണ്ടരി പിടിച്ചൊരു തെങ്ങ്, ബാത്റൂമിലെ ബ്രഷ് പോലെ 5-6 ഓല, കാലൊടിഞ്ഞൊരു സൂര്യൻ, 2 കഷ്ണം മേഘം, പിന്നെ ടീച്ചർമാർ പരീക്ഷ പേപ്പറിൽ ഏറ്റവും കൂടുതൽ ഒരു സാധനമല്ല കാക്ക. ആ സംഭവം അല്ലേ? ഇതെല്ലാരും വരക്കും കേട്ടോ. ഞാനുണ്ടല്ലോ, ഞാൻ ചെറുപ്പത്തിൽ ഈ പടം വരച്ചായിരുന്നു കേട്ടോ. ചെറുപ്പത്തിലൊരു കളർ പെൻസിൽ കിട്ടിയപ്പോൾ ഞാൻ ഇതുപോലെ പടമൊക്കെ വരച്ച് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു വലിയ സംഭവമാണ്. അപ്പൊ ഞാൻ ഭിത്തിയാൻ ഒട്ടിച്ചു വെച്ച്, ഈ പടം ഭിത്തിയാൻ ഒട്ടിച്ചു വെച്ചു. അത് കണ്ടപ്പോൾ അച്ഛൻ ഇത് കണ്ടു. അപ്പൊ അച്ഛനും തോന്നി ഞാനൊരു വലിയ സംഭവമാണ്. അച്ഛൻ വീട്ടിൽ വന്നവരൊക്കെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കും, മോൻ വരച്ചതാ, ഇവൻ രാജാ രവിവർമ്മയാകും. ആരാ രാജാ രവിവർമ്മ? പഞ്ചായത്ത് പ്രസിഡന്റാണോ? ആ വലിയ ചിത്രകാരനാണ്. അപ്പൊ അച്ഛൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാൻ ഞാൻ രാജാ രവി. അപ്പൊ ഞാനും വിചാരിച്ച് ഞാൻ ആകുമായിരിക്കുന്നു കേട്ടോ. പക്ഷെ അന്നും എന്നും ആ ഒരു പടം മാത്രമേ എനിക്കറിയാവുള്ളൂ. അല്ലാതെ പടം വരയ്ക്കുന്നവരൊന്ന് കൈപൊക്കിക്കേ. അന്നാലും ഉണ്ട് ഇഷ്ടപ്പെട്ടു. ഒരു കൈയടി കൊടു. ഇപ്പൊ കൈയടിക്കാൻ ആളില്ല, എല്ലാവരും കൈയും പൊക്കി നിൽക്കുകയുണ്ട്. ഓക്കെ, കൈ നാട്ടിക്കും. ഇപ്പൊ ഒരു മനസ്സിലിട്ട് പൊട്ടിയില്ലേ? അതാണ് ലഹരി. ഇനി പൊട്ടും
പരീക്ഷയ്ക്ക് ഫുൾ A+ കിട്ടുമ്പോ ഒരു ലഡു പൊട്ടുവോ? പരീക്ഷ അവരങ്ങനെ സാറേ അവരെ നിയന്ത്രിക്കണ്ട, അവരങ്ങനെയായി. പരീക്ഷ പേപ്പറിൽ മുട്ട കിട്ടുമ്പോ സന്തോഷം വരുമോ? സന്തോഷം വരും. എപ്പോഴാണെന്നറിയാമോ? അടുത്തിരിക്കുന്ന ആൾക്ക് മുട്ടയാണെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. നമുക്ക് മാത്രമാണെങ്കിലല്ലേ കുഴപ്പമുണ്ട്. അപ്പൊ ആ മുട്ട മേടിക്കണ്ട കേട്ടോ. ആരും ഇപ്പൊ പക്ഷിപ്പനിയാണ്, അത്യാവശ്യം 1-2 മാർക്കെങ്കിലും വാങ്ങിക്കണേ. വാങ്ങിക്കോ. അപ്പൊ ഈ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷമില്ലേ? അതാണ് ലഹരി എന്നേ. അങ്ങനെ ഒരുപാട് ലഹരികൾ നമ്മുടെ ചുറ്റിനും ഉണ്ട്. പക്ഷെ നമ്മുടെ ചില ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇതൊന്നും കാണാതെ കണ്ട് ഞാൻ ആദ്യം പറഞ്ഞ മോശം ലഹരികളുടെ പിന്നാലെ പോകുന്നതാണ് നമ്മുടെ നാടിന് നേരിടുന്ന ഏറ്റവും വലിയ ആപത്ത്. മനസ്സിലായോ? ഇനി ഞാൻ 1-2 കാര്യം പറഞ്ഞുതരാം. ഇനി നിങ്ങൾ സംസാരിക്കരുത് കേട്ടോ. മക്കളെ മിണ്ടായിരിക്കുവോ? അന്നൊന്നും മിണ്ടായിരുന്ന കാണട്ടെ. ഓക്കെ, മിടുക്കന്മാരും മിടിക്കുകയുള്ളൂ കേട്ടോ. ഇങ്ങനെ ഇരുന്നുള്ളേ. ഇനി ഞാൻ 1-2 സംഭവം പറഞ്ഞു തരാം. മക്കളിപ്പോ 22-ാമത്തെ വർഷമാണ് എക്സൈസിൽ കേട്ടോ. കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് കേസുകൾ പിടിച്ചാൽ ഞങ്ങൾക്ക് ആർക്കും സന്തോഷിക്കാൻ പറ്റത്തില്ല. അതിനു മുമ്പൊക്കെ നല്ലൊരു കേസ് പിടിക്കുമ്പോൾ നല്ലൊരു മദ്യ കച്ചവടക്കാരൻ അല്ലെങ്കിൽ ചാരായ കച്ചവടക്കാരനൊക്കെ അല്ലെങ്കിൽ കഞ്ചാവ് കച്ചവടക്കാരനൊക്കെ പിടിച്ചെന്നുള്ളൊരു സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരാളെ സമൂഹത്തിൽ നിന്ന് പിടിച്ച് ജയിലിൽ കൊണ്ടിടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഒരു 4-5 വർഷമായിട്ട് ഞങ്ങളുടെ മുന്നിൽ വരുന്ന പ്രതികളെ കണ്ടാൽ ഒരു എക്സൈസുകാരനും ഒരു പോലീസുകാരനും സന്തോഷിക്കാൻ പറ്റത്തില്ല മക്കളെ. ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്ന പ്രതികളുടെ പ്രായം എത്രയാണെന്ന് അറിയാവോ? 15 വയസ്സിനും 20 വയസ്സിനും ഇടയിൽ, അല്ലെ 21 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് ഇന്ന് ഈ മയക്കുമരുന്ന് കേസുകളിൽപ്പെട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതിലേറ്റവും പേടിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞത് ഇപ്പൊ പിടിക്കപ്പെടുന്ന മുക്കാൽ കേസുകളിലും പെൺകുട്ടികൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. 99% കേസുകളിലും പ്രതിയുടെ സ്ഥാനത്ത് ഒരു പെൺകുട്ടിയെങ്കിലും ഉണ്ടാകുമെന്നുള്ളത് നിങ്ങൾ പത്രം വായിച്ചാൽ അറിയാം. എല്ലാ ദിവസവും ഉണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകൾ നമ്മുടെ നാട്ടിൽ പിടിച്ചു എന്നുള്ളത്. അതിൻ്റെ അപ്പുറമാണ് പിടിക്കപ്പെടാതെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. ആരാണ് അവരുടെ ലക്ഷ്യമെന്നറിയാവോ? അല്ല എന്നോട് മിണ്ടാതിരിക്കാന്ന് പറഞ്ഞിട്ട് വർത്താനം പറയുന്നില്ല. ആ ലുട്ടാന്ന് വിളിച്ച് മിണ്ടാതിരിക്കാന്ന് പറഞ്ഞിട്ട് മിണ്ടുന്നുണ്ടോ? ഇനി മിണ്ടരുത് കേട്ടോ. ഇരുന്നു എന്തു പറഞ്ഞാലും അങ്ങോട്ട് നോക്കും, പിന്നെ കൈ വിട്ടു പോകും. ഓക്കെ, പത്രം വായിച്ചാൽ മനസ്സമാധാനം പോകുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. ഞാൻ ഒരു അനുഭവം പറയട്ടെ. നിങ്ങളെ കൊച്ചുകുട്ടികളുള്ളതുകൊണ്ട് പറയണം കേട്ടോ. അവരെ ഇരുന്ന് എനിക്ക് കിട്ടേണ്ട സംസാരിക്കാൻ. ഇനി ഇവരുള്ള കാരണം ആ രീതിയിൽ സംസാരിക്കാൻ. എനിക്കൊരു അനുഭവം ഉണ്ട്, അത് പറഞ്ഞു തരാം. നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം പറഞ്ഞു തരാം. 2018 ശ്രദ്ധിച്ചിരിക്കുമോ? കഥയാണ്. 2018 അങ്കിള് കൊച്ചി എക്സൈസ് സർക്കിൾ ഓഫീസിൽ, ഇപ്പം ഞാൻ മട്ടാഞ്ചേരിയാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞത് തൃപ്പൂണിത്തുറയായിരുന്നു. അതിനു മുമ്പ് കൊച്ചി എക്സൈസ് സർക്കിൾ ഓഫീസിൽ ജോലി നോക്കുന്ന സമയത്ത് മയക്കുമരുന്നുമായിട്ട് ഞങ്ങളൊരു പയ്യനെ പിടിച്ചു. മയക്കുമരുന്ന് കൊണ്ടുവന്നൊരു പയ്യനെ ഞങ്ങളെ ഫോർട്ട് കൊച്ചി വെച്ച് പിടിച്ചു. ഇവനെ OBC കൊണ്ടുവന്നു. അവനെ ചോദ്യം ചെയ്ത് ആവശ്യമായ രീതിയിലൊക്കെ ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി, എനിക്ക് കച്ചവടമൊന്നും ഇല്ല സാറേ, ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി ഇപ്പോൾ വാങ്ങിച്ചിട്ട് വരുന്ന വഴിയാണ് സാറന്മാർ പിടിച്ചതിനൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് അവൻ കരച്ചിലും പിഴിച്ചിലൊക്കെ ആയി. അപ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇവൻ തുടക്കക്കാരനാണ്, കുഴപ്പക്കാരനൊന്നും അല്ല. ഒരു 18 വയസ്സേ ഉള്ളൂ ഈ പയ്യന് കേട്ടോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവനെ പിടിച്ചാൽ പോരല്ലോ, ആരെയാ നമുക്ക് പിടിക്കേണ്ടത്? ഇവന് കൊടുത്താളെ പിടിക്കണ്ടേ? കൊടുത്താളല്ലേ പിടിക്കേണ്ടത്? അയാളെ ജയിലിലാക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്തു? ഇവന്റെ കയ്യിൽ ഫോണുണ്ട്. ഫോൺ മേടിച്ച് അയാളെ വിളിച്ച് പെട്ടെന്ന് വന്നാൽ കേസെടുത്ത് അകത്താക്കാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരുമോ? അവനെ പഞ്ചായത്തിൽ കാണത്തില്ലല്ലേ, അവനോട് കളയും. അപ്പൊ എന്ത് ചെയ്തു? ഞങ്ങളൊരു തന്ത്രമെടുത്തു. ഇവന്റെ കയ്യിൽ ഫോണുണ്ടല്ലോ, അപ്പൊ ആരാണ് തന്നെന്ന് പറഞ്ഞു. അപ്പൊ കൊച്ചിയിലെ അല്ല മട്ടാഞ്ചേരിയിലെ മയക്കുമരുന്ന് മാഫിയയുടെ അല്ല കച്ചവടത്തിന്റെ പ്രധാനപ്പെട്ട ഒരാളുടെ പേരാ പറഞ്ഞത്. ഞങ്ങളും കുറെ നാളായിട്ട് നോക്കിയിട്ട് കിട്ടാത്ത ഒരാളാണ്. അപ്പൊ ഞങ്ങളൊരു തന്ത്രം മെനഞ്ഞു. ഇവനെ കൊണ്ട് വിളിപ്പിച്ചു. ഇവൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന് അറിയിക്കാതെ കണ്ട് ഇവനെ കൊണ്ട് അയാളെ വിളിപ്പിച്ചു കേട്ടോ. എന്നിട്ട് കൂടുതൽ സാധനം ആവശ്യപ്പെട്ടു, കൂടുതൽ മയക്കുമരുന്ന് വേണമെന്ന് പറഞ്ഞു. വേറൊരു പാർട്ടി ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടുണ്ട്, അവരുടെ ഈ കുറെ പൈസ ഉണ്ട്, മയക്കുമരുന്ന് ഇനിയും തന്നാൽ പൈസ വാങ്ങി തരാന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് മറ്റേ ആളെ വിളിപ്പിച്ചു. അയാൾ പറഞ്ഞ് എത്ര വേണമെങ്കിലും തരാൻ, ഇഷ്ടംപോലെ സാധനം കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞു. ശരി, അപ്പൊ ഞങ്ങൾ പറഞ്ഞൊരു കൂടിയ സാധനം തന്നെ ഓർഡർ ചെയ്യിച്ചു. കാരണം പിടിച്ചാൽ ഇവനെ കുറെ ദിവസമെങ്കിലും അകത്തിടണമല്ലോ. അപ്പൊ ഒരു കൂടിയ സാധനം ഓർഡർ ചെയ്യിച്ചു. അപ്പൊ ഇത്ര രൂപ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇവന്റെ പൈസ ഉണ്ടോ? അവന്റെ പൈസ ഒന്നും ഇല്ല. അപ്പൊ ഞങ്ങളുടെ CI സാറിന്റെ
അക്കൗണ്ടിൽ നിന്ന് ഗൂഗിൾ പേ വഴി ഇവന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്തു. എന്നിട്ട് അവന്റെ ഫോണിൽ നിന്ന് മറ്റേ ആൾക്ക് പൈസ അയച്ചു കൊടുത്തു. ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ സാധനം തരാമെന്ന് പറഞ്ഞു. എത്ര മണിയാ പറഞ്ഞ? ഉച്ചയ്ക്ക് 2 മണി. എവിടെ തരുമെന്ന് ചോദിച്ചു. ഫോർട്ട് കൊച്ചിയിലെ വാസ്കോഡ ഗാമ ചർച്ച് എന്ന് പറഞ്ഞൊരു ചർച്ച ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ആരാ വാസ്കോഡ ഗാമ? പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പറോ എന്തോ ആണ്. വാസ്കോഡ ഗാമ ആരാണെന്ന് അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞേ. എന്റെ മുന്നേ ഈ വാസ്കോഡ ഗാമയുടെ പേര് എന്തുമാത്രം തല്ല് ഞാനൊക്കെ അങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് നോക്കും, ഞാൻ തന്നെ പറയാം. അപ്പൊ പറയും. ഇന്ത്യയിൽ വന്ന ആദ്യത്തെ യൂറോപ്യൻ ആണല്ലേ, കപ്പൽ മാർഗം ഇന്ത്യയിൽ വന്ന ആദ്യത്തെ യൂറോപ്യൻ അല്ല, പോർച്ചുഗീസുകാരനാണ്. എവിടെയാ കാലുകുത്തിയത്? കാപ്പാടെന്ന് പറയുന്ന സ്ഥലത്ത്, കോഴിക്കോട് കാപ്പാട് വന്ന് കാലുകുത്തി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഏതോ ക്ലാസ്സിൽ പഠിക്കാനുണ്ട് കേട്ടോ. ഇദ്ദേഹം കാലുകുത്തിയിട്ട് പോയായിരുന്നോ? പോയില്ല, ആള് കാഞ്ഞു പോയി കേട്ടോ. ഇവിടെ വെച്ച് തന്നെ ആള് തട്ടിപ്പോയി. അദ്ദേഹത്തിന് അടക്കം ചെയ്ത പള്ളിയാണ് ഈ വാസ്കോഡ ഗാമ ചർച്ച്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, എങ്ങനെയാണെന്ന് അറിയാം, ഒരുപാട് സിനിമകളിലുണ്ട് ആ പള്ളി. പല മലയാള സിനിമകളിലെ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സ്ഥലം, ഫോർട്ട് കൊച്ചി കടപ്പുറത്ത്. ഇനി പോകുമ്പോൾ ഒന്ന് പോയി കാണണം കേട്ടോ. പുരാതനമായ മനോഹരമായ ഒരു പള്ളിയുണ്ട്. അപ്പൊ ഈ പള്ളിയോട് ചേർന്ന് വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടില് വലിയൊരു ആൽമരം നിൽപ്പുണ്ട് കേട്ടോ. ഈ ആൽമരത്തിന്റെ ചുവട്ടില് ഉച്ചയ്ക്ക് 2 മണിക്ക് സാധനം കൊണ്ടുവരാൻ ആര് പറഞ്ഞു? നമ്മൾ മറ്റേ വിളിച്ച ആള് പറഞ്ഞു. ഇവരെ കൊണ്ടാ വിളിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്നും അറിയിച്ചിട്ടില്ല കേട്ടോ. 2 മണിക്ക് അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളൊരു 1:30 ആയപ്പോൾ തന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ കസ്റ്റഡിയിലുള്ളവരും ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇവനെ കൊണ്ട് ഈ ആൽമരത്തിന്റെ ചവിട്ടി നിർത്തി. ഞങ്ങൾ 4-5 ആൾക്കാര് മഫ്തിയിലും ബാക്കിയുള്ളൊരു യൂണിഫോമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ആ സിമിത്തേരിയുടെ അവിടെയും പള്ളിയുടെ അവിടെയും പെട്ടിക്കടയുടെ മരത്തിന്റെയൊക്കെ മറയിൽ ഇങ്ങനെ മറഞ്ഞിരുന്നു കേട്ടോ. ഇവൻ ഓടിയാ പിടിക്കണമല്ല, അല്ല അവസാനം ഇവൻ കൂടെ പോകും. അപ്പൊ ഇവൻ ഓടിയാ പിടിക്കാവുന്ന ദൂരത്ത് ഞങ്ങളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ മറഞ്ഞിരിക്കുകയാണ് കേട്ടോ. 2 മണിക്ക് ആര് വരും? മയക്കുമരുന്നുമായിട്ട് ആള് വരത്തില്ലേ? അപ്പൊ അവനെ പിടിക്കണം. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്തതിന് മുമ്പ് ഇവൻ വരികണം, ചാടി വീഴണം, പിടിക്കണം, ബൈക്ക് എടുത്ത് പോകുമ്പോൾ വേണം, ബൈക്ക് മറിച്ചിടണം, കാറാണ് 2 പേര് ചാടി കയറി സ്റ്റിയറിംഗ് ലോക്ക് ചെയ്യണം, താക്കോൽ ഉരുവെടുക്കണം. ഭയങ്കര പ്ലാനിങ് ആണ് കേട്ടോ. കുനിച്ചുർത്തി കൂമ്പിലിടിക്കണമെന്നൊക്കെ പറഞ്ഞു. അതാരോടും പറയരുത് കേട്ടോ. അവസാനം ഞാൻ തുള്ളി തന്നെ ജീവിക്കേണ്ടി വരും, പണി പോകും. അപ്പൊ ഇങ്ങനെയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. എത്ര മണിയാ പറഞ്ഞു? ഉച്ചയ്ക്ക് 2 മണി. എല്ലാ കണ്ണുകളും ആൽമരത്തിന്റെ ചുവട്ടിലേക്ക്. ഇപ്പൊ ആര് വരും? മയക്കുമരുന്നുമായിട്ട് ഒരാള് വരും. ചാടി വീണ് പിടിക്കണം. പിടിക്കട്ടെ. 2:05 2:10 2:15 ആരെങ്കിലും വന്നോ? ആരും വന്നില്ല. ചമ്മിപ്പോയി. ആര് ചമ്മിപ്പോയി? ഞങ്ങള് ചമ്മിപ്പോയി. വെറുതെ ഇരുന്നില്ല അത്ര നേരം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന്റെ ഫോൺ നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഫോണിൽ മെസ്സേജ് വന്നു കേട്ടോ. 3 മണിക്ക് വരുമെന്ന് പറഞ്ഞു. 2 മണി മാറ്റി 3 മണി എന്നാക്കി. നമ്മുടെ അല്ലേ ആവശ്യം. ഞങ്ങൾ ഉറുമ്പുകടിയൊക്കെ കൊണ്ട് അവിടെയൊക്കെ തന്നെ ഇരുന്ന് കേട്ടോ. എത്ര മണിയാ പറഞ്ഞത്? 3 മണിയായി. എല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയിൽ. ആൽമരത്തിന്റെ ചുവട്ടിലേക്ക് എല്ലാ കണ്ണുകളും. ഇപ്പോൾ ആള് വരും, ചാടി വീണ് പിടിക്കണം. 3:05 3:10 3:15 ആരെങ്കിലും വന്നോ? ആരും വന്നില്ല. വീണ്ടും ആര് ചമ്മി? ഞങ്ങള് ചമ്മിപ്പോയാണ്. ഞങ്ങളുടെ ഇത് പറ്റിക്കലായി പോയല്ലേ. ഇവൻ നമ്മള് നേരത്തെ ചോറും കഴിച്ചും വന്ന് കുത്തിരിക്കുക, ചായ കുടിക്കാനുള്ള സമയമായിട്ട് ആളൊക്കെ കാണുന്നില്ല. ഇവൻ പണി തന്നോ എന്നൊക്കെ വിചാരിച്ച് മനസ്സിൽ വിചാരിക്കുമ്പോൾ വീണ്ടും മെസ്സേജ് വന്നു കേട്ടോ. 4 മണിക്ക് വരും. ഇത് അവരുടെ ഒരു തന്ത്രം എന്താണെന്നറിയാമോ? ഒന്നെങ്കിൽ സമയം മാറ്റി പറയും, അല്ലെ സ്ഥലം മാറ്റി പറയും. പിടിക്കപ്പെടാതിരിക്കാനുള്ള തന്ത്രമാണ്. ഈ സമയം സ്ഥലമൊക്കെ മാറ്റി പറയുമ്പോൾ ഇവന്റെ ആൾക്കാരല്ലെങ്കിൽ അവൻ തന്നെ അവിടേക്ക് വന്ന് വാച്ച് ചെയ്യും. ഈ ആളല്ലാതെ കണ്ട് വേറെ ആരെങ്കിലും പരിസരത്തുണ്ടോ, എക്സൈസോ പോലീസോ ഒക്കെ ഉണ്ടെന്ന് വാച്ച് ചെയ്യാനുള്ള സമയമാണ് ഇവർ എടുക്കുന്നത്. മനസ്സിലായോ? അല്ലെ ചിലപ്പോൾ സ്ഥലം മാറ്റി. ഇപ്പോൾ വാസ്കോഡ ഗാമ ചർച്ചിൻ്റെ കൂടെ പറഞ്ഞ ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് വരാൻ പറയും. ഇങ്ങനെ മാറ്റി പറയും. ഇവിടെ സമയമാണ് മാറ്റി പറയും. അവസാനം എത്രാമത്തെ സമയം പറഞ്ഞത്? 4 മണി. എല്ലാവരും ആകാംക്ഷയുടെ മുന്നിൽ. എല്ലാ കണ്ണുകളും ആൽമരത്തിന്റെ ചുവട്ടിലേക്ക്. 4:05 4:10 4:15 ആരെങ്കിലും വന്നോ? ആള് വന്നു. ഇപ്പൊ ആര് ചമ്മി? നിങ്ങൾ ചമ്മി. 2 പ്രാവശ്യം ഞാനാ ചമ്മി, ഇപ്പൊ നിങ്ങൾ ചമ്മി. പക്ഷെ മക്കളെ, 4 കാലമായപ്പോ ആള് വന്നെങ്കിലും ഞങ്ങൾക്ക് കയ്യും കാലും അനങ്ങുന്നില്ല. എല്ലാവരും പരസ്പരം നോക്കുന്നു. ദൈവം എന്ത് ചെയ്യും എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറി. കൊച്ചിയിലെ മയക്കുമരുന്ന് മാഫിയയിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയെ പിടിക്കാൻ വേണ്ടി കാത്തു നിന്ന് ഞങ്ങളുടെ മുന്നിലേക്ക് വന്ന ആരാണെന്നറിയാമോ?
ഇതുപോലൊരു സ്കൂൾ യൂണിഫോമില് സൈക്കിള് ചവിട്ടി വരുന്ന ഒരു 7ാം ക്ലാസ്സുകാരി പെൺകുട്ടിയാണ് ഞങ്ങൾ കാണുന്നത്. കയ്യും കാലും അനങ്ങുവോ, വല്ലതും ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ ആകെപ്പാട് വീർത്തുകൊണ്ട് ദൈവമേ ഈ കുട്ടി ആയിരിക്കല്ലേ. അവിടെ ആരുമില്ല. ഇത് ഫോർട്ട് കൊച്ചിയിലെ കഥയാണ്, ഇവിടെ ശ്രദ്ധിക്കും. ദൈവമേ ഈ കുട്ടി ആയിരിക്കല്ലേ എന്ന് ഞങ്ങൾ എല്ലാവരും സത്യത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മകളുടെ മാത്രം പ്രായമുള്ളൊരു കുഞ്ഞാണ് സൈക്കിൾ ചവിട്ടി ഈ നിർത്തിയിരിക്കുന്ന ആളുടെ അടുക്കലേക്ക് വരുന്നതേ. ദൈവമേ ഈ കുഞ്ഞായിരിക്കല്ലേ, അല്ലെങ്കിലും ആ കുട്ടി എന്തെങ്കിലും പരിചയത്തിന്റെ പുറത്ത് വന്നായിരിക്കണേ, പെട്ടെന്ന് പോകണം, നമുക്ക് മറ്റേ ആളെ പിടിക്കണ്ടെന്നൊക്കെ ഞങ്ങളിങ്ങനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പക്ഷെ മക്കളെ ഇവിടെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വിഫലമാക്കിക്കൊണ്ട്, അസ്ഥാനത്താക്കിക്കൊണ്ട് ആ പെൺകുട്ടി സൈക്കിൾ കൊണ്ട് ഇയാളുടെ സമീപത്ത് നിർത്തി സൈക്കിളിൽ നിന്നിറങ്ങി. അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ കുട്ടി ആയിരിക്കല്ലേ. ബാഗ് തുറന്ന് ഒരു പൊതിയെടുത്ത് ഇയാളുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പണിപാളി എന്ന് മനസ്സിലായി. ഞങ്ങൾ ഓടിച്ചെന്ന് ഇവരെ രണ്ടുപേരെയും വളഞ്ഞു. ഈ ആൾക്കാർ ഓടി വന്ന് ഇവരെ വളഞ്ഞ് ഇവന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ച് പരിശോധിച്ചപ്പോൾ എൻ്റെ പൊന്നു മക്കളെ, ആ കുഞ്ഞിന്റെ ജീവനും ജീവിതവും അതിന്റെ കുടുംബത്തിന്റെ ജീവിതവും എന്നേക്കും തകർക്കുവാനും അതിന്റെ ശിഷ്ടകാലം മുഴുവൻ ജയിലിൽ കിടന്ന് നരകിക്കുവാനും മാത്രമുള്ള മയക്കുമരുന്നാണ് ആ കൊച്ചു കൊണ്ട് കൊടുത്തത്. വല്ലതും ചെയ്യാൻ പറ്റുമോ? സ്തബ്ധരായി നിന്ന് പോയി. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയത് എൻ്റെ മകളുടെ പ്രായമുള്ള കുഞ്ഞിനെ ഞങ്ങൾ ചോദിച്ചിട്ട് ഈ കൊച്ചു കിടന്ന് അയ്യോ പുത്തൊന്ന് കരയുന്നല്ലാണ്ടൊന്നും പറയുന്നില്ല. ഈ യൂണിഫോമിൽ ആളെയൊക്കെ കണ്ട് സാറൊക്കെ വന്നപ്പോൾ യൂണിഫോമിൽ വന്നപ്പോൾ എല്ലാവരും കൂടെ കണ്ട് കൊച്ചിന് ഇത് പോലീസാണോ എക്സൈസ് ആണെന്നും അറിയാൻ പറ്റില്ല. കരച്ചിലായി ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ഞങ്ങളുടെ CI സാർ, അന്നത്തെ CI സാർ മനസ്സാക്ഷിയുള്ളൊരു മനുഷ്യനായതുകൊണ്ട് മാത്രം ആ കുഞ്ഞിന്ന് അച്ഛൻ്റെ അമ്മയുടെ കൂടെ വീട്ടിലിരിക്കുന്നു. അല്ലെങ്കിൽ എവിടെയാകുമായിരുന്നത്? ജയിലിലാകുമായിരുന്നു. ഒരു തർക്കവും വേണ്ട. കുട്ടികളുടെ ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ വരുമായിരുന്നു. സാറ് പറഞ്ഞ് നമുക്ക് കേസെടുക്കാൻ പറഞ്ഞിട്ട് ഇതൊന്നും അന്വേഷിക്കണം, ഈ കുട്ടി അറിഞ്ഞിട്ട് ചെയ്യാൻ സാധ്യതയില്ല, ചോദിച്ചിട്ടാണൊന്നും പറയുന്നില്ല. അവസാനം ഞങ്ങളുടെ വനിതാ ജീവനക്കാരെ വിളിച്ചു വരുത്തി ഈ പെൺകുട്ടിയെ ഒരു ഓട്ടോയിൽ കയറ്റി സ്കൂളിലേക്ക് വിട്ടു. സ്കൂളിൽ ചെന്ന് രക്ഷകർത്താക്കളെ വിളിച്ചു വരുത്തി. രക്ഷകർത്താക്കൾ വന്നപ്പോൾ കൊച്ചിനൊരു ആശ്വാസമായി. അവരുടെ മുമ്പിൽ വെച്ച് ചോദിച്ചു, മോളെ എന്താണ് സംഭവിച്ചത്? ഇത് മയക്കുമരുന്നാണെന്ന് അറിയാവോ? എനിക്കറിയത്തില്ല അങ്കിളെ എന്ന് പറഞ്ഞു. ഇത് ആര് തന്നെന്ന് ചോദിച്ചപ്പോൾ കൊച്ചു പറഞ്ഞ എന്താണെന്ന് അറിയാവോ? അച്ഛൻ്റെ കൂട്ടുകാരനൊരു അങ്കിള്, അച്ഛൻ്റെ കൂടെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ കൂടെ പാർട്ടിയൊക്കെ കൂടാൻ നടക്കുന്ന ഒരു അങ്കിളുണ്ട്, ഒരു ചെറുപ്പക്കാരനൊരു അങ്കിളുണ്ട്. ആ അങ്കിളാണ് തന്നത്. എവിടെ വെച്ച് തന്നു? അടുത്ത ചോദ്യം. ഞാൻ സ്കൂളിൽ നിന്ന് കൂട്ടുകാരായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്കിൾ ബൈക്കിൽ വന്നിട്ട് എൻ്റെ സൈക്കിളിന്റെ മുന്നിൽ നിർത്തിയിട്ട് എന്ത് പറഞ്ഞു? ഈ പൊതി എൻ്റെ കയ്യിൽ തന്നിട്ട്, മോളെ ഇതൊരു മരുന്നാണ്, അങ്കിൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്, അങ്കിളിന് അത്യാവശ്യമായിട്ട് തിരിച്ചു പോകണം. മോള് പോകുന്ന വഴിക്ക് വാസ്കോഡഗാമ ചർച്ചിന്റെ അവിടെ ആൽമരയിൽ അവിടെ മഞ്ഞ ടീഷർട്ട് ഇട്ടൊരു അങ്കിള് നിൽപ്പുണ്ട്, ഇതൊന്ന് കൊടുത്തിട്ട് പോയിക്കും, മോള് പോകുന്ന വഴിയല്ലേ, കൊടുക്കുമോ എന്ന് ചോദിച്ചു. കൊച്ചു പറഞ്ഞു കൊടുക്കാങ്കിളെന്ന് പറഞ്ഞു. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനമാണ് ആ കുഞ്ഞിന്റെ ജീവിതം തകർക്കാൻ, അതിന്റെ കുടുംബത്തിന്റെ ജീവിതം തകർക്കാൻ മാത്രമുള്ള മയക്കുമരുന്നായിരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതുപോലത്തെ ചതിവ് നിങ്ങൾക്ക് സംഭവിക്കാം. ഇതുപോലെ ആർക്കെങ്കിലും ചെയ്യുവോ? പരിചയമില്ലാത്ത ആരുടെങ്കിലും എന്തെങ്കിലും സാധനം വാങ്ങിക്കുവോ? മിഠായി എല്ലാവർക്കും ഇഷ്ടമാണ്. പരിചയമില്ലാത്തൊരു മിഠായി തന്നാ വാങ്ങിക്കുവോ? പരിചയമില്ലാത്തൊരു മിഠായി അല്ല, എന്ത് സാധനം തന്നാലും വാങ്ങിക്കരുത്. മനസ്സിലായി? ഇതുപോലെ വലിയ അപകടത്തിൽ ചെന്നുപെടും നിങ്ങളുടെ ചിലപ്പോൾ ഇതുപോലെ പറയും. സ്കൂളിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും കയ്യിൽ എന്തെങ്കിലും കൊടുത്തേക്കാൻ പറയും. നോ പറയാൻ പഠിക്കണം. മനസ്സിലായോ? അപ്പൊ ഇനി ആ പരിചയമില്ലാത്ത ആരോടെങ്കിലും മിഠായി വാങ്ങിക്കുവോ? സത്യം അവിടെ നിന്ന് സത്യം മന്നിലില്ല. സത്യം. എന്ത് സത്യം ചെയ്തത്? പരിചയമില്ലാത്ത ആൾക്കാരുടെ നിന്ന് മിഠായി. അയ്യോ, മിഠായിയുടെ കാര്യം പറയുമ്പോൾ കാര്യം ഓർത്ത് കേട്ടോ. ഇന്നെന്റെ ബർത്ത്ഡേ ആയിരുന്നേ. ഇന്നെന്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഞാനപ്പോ ബർത്ത്ഡേ ദിവസം ചിലവുണ്ട്, ഞാൻ മിഠായി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനാ ഞാൻ പറഞ്ഞു മിഠായിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അപ്പൊ രാവിലെ പെരുമ്പടപ്പിലൊരു സ്കൂളിലായിരുന്നു പരിപാടി. അപ്പൊ അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ 4 പാക്കറ്റ് മിഠായി മേടിച്ച് 3 പാക്കറ്റ് അവിടെ തീർന്നു. ഇനിയിപ്പോ 1 പാക്കറ്റേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും പേരില്ല, എല്ലാവർക്കും തരാൻ പറ്റത്തില്ല കേട്ടോ. മിഠായി വേണ്ടവർ മാത്രം ഒന്ന് കൈപൊക്കിക്ക്. കൊള്ളാം, സന്തോഷമായി കേട്ടോ. ചേച്ചിമാരൊക്കെ കൈപൊക്ക് കേട്ടോ. പരിചയമില്ലാത്ത ആരുടെ കയ്യിൽ നിന്നോ മിഠായി വാങ്ങി കഴിക്കലെന്നും പറഞ്ഞ് 3 പ്രാവശ്യം സത്യം ചെയ്തവർ 2 കൈയും പൊക്കി പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. കൈതാത്ത്. എന്റെ ബർത്ത്ഡേ എൻ്റെ ഒരു ഉണ്ടയില്ല, ഞാൻ വെറുതെ പറ്റിച്ചതാ. പിന്നെ എന്നെ വല്ല പരിചയമുണ്ടോ?
എന്ത് പരിചയം? ഇവിടെ അരമണിക്കൂർ മുമ്പ് നിങ്ങളോട് വന്ന് ഇവിടെ ഒരു തുള്ളലും നടത്തി ഇച്ചിരി വർത്തമാനം പറഞ്ഞു. അതുകൊണ്ട് പരിചയമായോ? അതുകൊണ്ട് പരിചയമാകത്തില്ല കേട്ടോ. ഇതുപോലെ കുറെ ആൾക്കാർ നിങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ വരും. ശ്രദ്ധിക്കുക, ഇതുപോലെ നിങ്ങളെ പറ്റിച്ച് 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 ചതിയിൽപ്പെടുത്തി മുഴു ഭ്രാന്തന്മാരും ഭ്രാന്തികളുമാക്കി അകാല ചരമത്തിലേക്ക്, പ്രായപൂർത്തിയാകാതെ മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഇനി ജാഗ്രത വേണം. ഇനി ആരോടും പരിചയമില്ലാത്ത ആരോടും ഒരു സാധനവും വാങ്ങിക്കത്തില്ല. വാങ്ങിക്കോ? സത്യം. ഇനി ഞാൻ സത്യം പറയട്ടെ, ഇതെന്റെ ബർത്ത്ഡേ തന്നെ ഇരുന്ന് കേട്ടോ. മിഠായി വേണ്ടൊരു മാത്രം കൈവെക്കും. മിഠായി വേണ്ടൊരു മാത്രം. ഞാൻ എന്നിട്ടും ഉണ്ടാകട്ടെ. ഇതൊക്കെ ആരോട് പറയാനാണ്? കൈതാത്ത് കൈതാത്ത് കൈതാത്ത്. എന്റെ പൊന്നു മക്കളെ, എന്റെ ബർത്ത്ഡേ ഒന്നും അല്ല. നിങ്ങൾ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും കൈവെക്കുന്ന കണ്ടോ? ഇതുപോലുള്ള ചതിയുമായിട്ട് കുറെ ആൾക്കാർ വരും. ചെന്ന് തല വെച്ച് കൊടുക്കരുത് ഇത് കേട്ടോ. പരിചയമില്ലാത്ത ആരോട് ഒരു മിഠായി വാങ്ങിക്കണം. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അങ്കിളിനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് സമയമില്ലാതെ കൊണ്ട് ആ കഥയിലേക്ക് പോകുന്നില്ല. നേരത്തെ പറഞ്ഞ പെൺകുട്ടിക്ക് പറ്റിയ ചതി നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ. അങ്ങനെ എന്നും ചെന്ന് ചാടരുത്. ചാടുവോ? അപ്പൊ പറഞ്ഞത് അവസാനിപ്പിക്കട്ടെ. കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിനുള്ളിൽ കത്തിജ്വലിക്കും കണ്ണു വേണം അണയാത്ത കണ്ണ്. കേട്ടിട്ടുണ്ടോ? കടമനിട്ട എന്ന് പറഞ്ഞ കടമനിട്ട രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ മഹാനായ ഒരു കവിയുടെ വരികളാണ് കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയാണ്. ഇന്നത്തെ കാലഘട്ടം മുൻകൂട്ടി കണ്ട് എഴുതിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തന്റെ ചിറകിനടിയിൽ നിന്ന് തീറ്റ തേടി പോകാൻ തുടങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങളോട് തള്ളക്കോഴി പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ് കേട്ടോ. ആ ഉപദേശമാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. കാവിലെ കിളിപ്പാട്ടുകൾ കേട്ടും പൂവുകൾ കണ്ടും പറന്നു ചെല്ലല്ലേ, കാട്ടിനുള്ളിൽ പതുങ്ങിയിരിക്കും കാടനുണ്ട് കടിച്ചു പറിക്കും, കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിനുള്ളിൽ കത്തിജ്വലിക്കും ഉൾക്കണ്ണ് വേണം അണയാത്ത കണ്ണ്. അങ്ങനെ കത്തിജ്വലിക്കുന്ന അണയാത്ത ഉൾക്കണ്ണുമായി നിങ്ങളുടെ സഹപാഠികളെയും, ഒരുപക്ഷെ നിങ്ങളുടെ ചങ്കെന്ന് വിശ്വസിക്കുന്ന ആളെ പോലും, ചിലപ്പോൾ നിങ്ങളുടെ ബെഞ്ചിലിരിക്കുന്ന ആളെ, ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലുള്ള ആളെ, ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിലുള്ള ആളെ, ചിലപ്പോൾ നിങ്ങളുടെ പരിസരത്തുള്ള ആൾക്കാരെ സശ്രദ്ധം വീക്ഷിച്ച് ചതിയിൽപ്പെടാതെ നല്ല മക്കളായിട്ട് വളർന്നു വരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നല്ല പൗരന്മാരായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇതുപോലൊരു പരിപാടി അവതരിപ്പിക്കാൻ ഈ മഹത്തായ സ്കൂളിൽ വലിയൊരു വേദിയിൽ അവതരിപ്പിക്കാൻ എനിക്ക് അവസരമുണ്ടാക്കി തന്ന ഈ സ്കൂളിൻ്റെ മാനേജ്മെന്റിനോടും വിശിഷ്യ ജയലക്ഷ്മി ടീച്ചർ കഴിഞ്ഞ വർഷം തൊട്ട് എന്നെ വിളിക്കുന്നതാണ്. ഈ വർഷമാണ് നമുക്ക് ഒത്തത്. ഒരു വർഷം നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി. ഇത്തവണ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ജയലക്ഷ്മി ടീച്ചർ, പിന്നെ മറ്റ് അധ്യാപകർ, അനധ്യാപകർ, മാനേജ്മെന്റ് പ്രതിനിധികൾ, പിന്നെ ഇത്രയും നേരം ക്ലാസ് നഷ്ടപ്പെട്ട സന്തോഷത്തിലാണെങ്കിലും എൻ്റെ വാക്കുകൾ കേട്ട് പുറത്ത് ചിരിച്ചു അകത്തെന്നെ ബ്രാഗിക്കൊണ്ട് ഇത് കേട്ടിരുന്ന നല്ലവരായ എല്ലാ മക്കളോടും എൻ്റെ പേരിലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും വിമുക്തി മിഷന്റെ പേരിലുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനിയും ഇവിടെ തുടരെ ചുവടാൽ കടലായി പൊരുതാം തീരോടെ, കടലായി കടലായി ലഹരിക്കെതിരായി തീയായി പടരാം വാശിയോടെ. ഇനിയും ഇവിടെ തുടരെ ചുവടാൽ കടലായി പൊരുതാം തീരോടെ, കടലായി കടലായി ലഹരിക്കെതിരായി തീയായി പടരാം വാശിയോടെ. ലഹരിക്കെതിരായ വിജയ യുവജനമേ വേഗം നിങ്ങൾ ഈ ലഹരി തകരാതിടുവാനെന്നും സാന്ത്വനമായി കൂടെ ഞങ്ങൾ. ഇനി ലഹരിയിൽ നിന്നും ലഹരികൾക്കെതിരായി നല്ല നല്ല ഡിസിഷൻസ് എടുക്കണം പവറായി, കരുതുന്ന പ്രിക്കോഷൻസ് ആരോഗ്യത്തിൽ വളരാൻ. വന്നാലും ഇരുന്നാലും എല്ലാരും ചൊല്ലിടും ഉലകത്തിൽ വാഴുന്നവർക്ക് ആരോഗ്യം വേണ്ടും. ഇനി ലഹരിയിൽ നിന്നും ലഹരികൾക്കെതിരായി ഡിസിഷൻസ് എടുക്കണം പവറായി, കരുതുന്ന പ്രിക്കോഷൻസ് ആരോഗ്യത്തിൽ വളരാൻ. വന്നാലും ഇരുന്നാലും എല്ലാരും ചൊല്ലിടും ഉലകത്തിൽ വാഴുന്നവർക്ക് ആരോഗ്യം വേണ്ടും. വന്നാലും ഇരുന്നാലും എല്ലാരും ചൊല്ലിടും
സൗഹൃദം പൂക്കുന്ന ക്യാമ്പസുകളിൽ പങ്കുവെക്കേണ്ടത് മയക്കുമരുന്നുകളല്ല, സ്നേഹമാണ്. സ്റ്റൈലിനും സ്റ്റാറ്റസിനുമായി നാം ഉപയോഗിക്കുന്ന മയക്കുമരുന്നിലല്ല ലഹരി. നമ്മെ സ്നേഹിക്കുന്നവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലാകട്ടെ ലഹരി. നിന്നെക്കാളേറെ നീ വലിക്കുന്ന വിഷപ്പുക അത് ശ്വസിക്കുന്നവനെ കൊല്ലുന്നു. പ്രിയ സുഹൃത്തെ, പൊതുവിടങ്ങളിൽ പുകവലി അരുത്. നിന്റെ കുഞ്ഞിൻ്റെ ബാല്യത്തെക്കാളും നിന്റെ അമ്മയുടെ കണ്ണീരിനേക്കാളും നിന്റെ ഭാര്യയുടെ പ്രതീക്ഷയെക്കാളും വലുതാണോ മദ്യത്തിൻ്റെ ലഹരി? ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. കരം കണക്കെ കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. കരം കണക്കെ കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങി നിൽക്കുന്നെമ്പാടും. കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങി നിൽക്കുന്നെമ്പാടും. കരഞ്ഞ ഗ്ലാസുകൾ നീട്ടി കതിയുടെ വിരുന്നൊരുങ്ങുകയാണെന്നും. നുണഞ്ഞിടാൻ പുകയായി വലിക്കാം സിരിഞ്ചിലൂടെ അകത്താക്കാൻ. വിഷങ്ങൾ പലതുണ്ടരുതേ, വിഷങ്ങൾ പലതുണ്ടരുതേ, അവയുടെ അടുത്തുപോലും ചെല്ലരുതേ. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. വളർന്നും കളിച്ചുമിവിടെ കരുത്തരായി വളർന്നെന്നും. പഠിച്ചുയർന്നും കളിച്ചുമിവിടെ കരുത്തരായി വളർന്നെന്നും. പിറന്ന നാടിനു താങ്ങായി തണലായി കഴിഞ്ഞിടേണ്ടൊരു തലമുറകൾ. കടൽ തകർന്നും കണ്ണു കുഴിഞ്ഞും പിടഞ്ഞൊടുങ്ങരുതൊരു നാടും. അതിനു നമ്മളെടുക്കണമെന്നേ പ്രതിജ്ഞ ലഹരികളരുതരുത്, പ്രതിജ്ഞ ലഹരികളരുതരുത്. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. ശ്രീ ജയരാജ് സർ, എക്സൈസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുന്ന ഇദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജീവിതം ഉപയോഗിച്ച് നമ്മളിൽ ഓരോരുത്തരിലേക്കും മദ്യം, മയക്കുമരുന്ന്, ലഹരിക്ക് അഡിക്ഷൻ ആകാതിരിക്കാൻ വേണ്ടി നല്ല ഒരു ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞ കലാരൂപത്തിൽ കൂടി നമുക്ക് ഏവർക്കും വളരെയധികം സരസമായി നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിച്ച ജയരാജ് സാറിന് ദാറുസലാം പബ്ലിക് സ്കൂളിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ ആദ്യം തന്നെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ കുറേ ട്രൈ ചെയ്തു. സാർ ഏകദേശം
422 വേദികൾ ഇതിനകം ഈ പ്രോഗ്രാം അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇത് 423ാമത്തെ സ്കൂളാണ്. 432 എണ്ണം കഴിഞ്ഞത് 33ാമത്തെയാണ്. എന്തായാലും ഇത്രയും വളരെ നല്ല രീതിയിൽ കുഞ്ഞു മക്കളെയൊക്കെ ക്ഷമയോടെ കേട്ടിരുന്ന് ഇത്രയും നല്ല പ്രോഗ്രാം അവതരിപ്പിച്ച സാറിന് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനും കൂടുതൽ ജനങ്ങളിലേക്ക് ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള അവയർനെസ് കൊടുക്കാനുള്ള കഴിവുണ്ടാകട്ടെ എന്ന്, ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇദ്ദേഹത്തിനൊരു സ്നേഹ ഉപഹാരം നൽകാനായി MPTCയുടെ ചെയർപേഴ്സൺ പ്രസിഡന്റായ ശ്രീ ഷാജി സാറിനെയും അതുപോലെ തന്നെ ബഹുമാന്യനായ അഡ്മിനിസ്ട്രേറ്റർ റിയാൽ സാറിനെയും അഷ്റഫ് സാറിനെയും ബോർഡ് മെമ്പർ കബീർ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. വന്ന് ഇദ്ദേഹത്തിന് ഈ ആദരവ് ഏറ്റുവാങ്ങേണ്ടതാണ്.